അപ്പോൾ എല്ലാവർക്കും PK ലേണിംഗ്സിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യത്തെ ക്ലാസ് കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അതായത് ബേസിക് ഫാക്റ്റുകൾ കാര്യങ്ങളാണ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഫയർഫോഴ്സിനെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ആ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കാണുക. നിങ്ങൾക്ക് അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ ചോദ്യങ്ങൾ വരുന്നതാണ്. നമുക്ക് സിലബസിൽ ആ ഒരു ഫാക്റ്റ് ഇല്ലെങ്കിലും നമ്മൾ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നതുകൊണ്ട് തന്നെ നമ്മളത് ഡീൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പാർട്ട് 1-നകത്ത്. അപ്പം ഇന്ന് നമ്മൾ നോക്കുന്നത് ഇതിന്റെ ബേസിക് കൺസെപ്റ്റ് ആണ്. ഓക്കെ, നമ്മൾ ഇന്നത്തെ രണ്ടാമത്തെ ക്ലാസ്സിൽ ബേസിക് കൺസെപ്റ്റ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പം ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? ഒന്ന് കമ്പസ്റ്റൺ അഥവാ ജ്വലനം വരുന്നുണ്ട്. അതുപോലെ ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ, താപം അല്ലെങ്കിൽ താപനില. അതോടൊപ്പം തന്നെ ഫയർ ട്രയാങ്കിൾ. ഓക്കെ, അതായത് ജ്വലന ത്രികോണം, അഗ്നി ത്രികോണം എന്നൊക്കെ അറിയപ്പെടുന്ന ഫയർ ട്രയാങ്കിൾ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെയധികം ഡെപ്തിൽ തന്നെ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പം ഇതോടൊപ്പം തന്നെ ഒരു കാര്യം പറയുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ ക്ലാസ്സുകളും പോകുന്ന പോലെ തന്നെ ഈ ക്ലാസ്സും എങ്ങനെയായിരിക്കും? ഒരു PYQ എടുക്കുന്നു. PYQസിനെ ബ്രേക്ക് ഡൗൺ ചെയ്തായിരിക്കും ഈ കാര്യങ്ങളെല്ലാം നിങ്ങളെ പഠിപ്പിച്ചു തരുന്നത്. അപ്പം ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ നിങ്ങളെ രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഒന്ന്, നമ്മുടെ ഫോഴ്സ് ബാച്ചിന്റെ ടെസ്റ്റ് സീരീസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആകെയുള്ളത് 15 ടെസ്റ്റ് സീരീസ് ആണ്. വെറും 99 രൂപ മാത്രമാണ് നമ്മൾ ഇതിന് ചാർജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിപ്പം ഫയർമാൻ്റെ സ്പെഷ്യൽ ടോപ്പിക് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇതിനകത്തുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫയർമാൻ്റെ എക്സാം മാത്രമല്ല, അതായത് ഇതിനകത്തെ ആദ്യത്തെ 5 പരീക്ഷ വരുന്നത് സിവിൽ എക്സൈസ് ഓഫീസറിന്റെ ആയിരുന്നു. എക്സൈസ് ഓഫീസറിന്റെ എക്സാം കഴിഞ്ഞു, പക്ഷെ അത് നിങ്ങൾക്ക് ഇപ്പോഴും അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന വേറൊന്നാണ് ഫയർമാൻ്റെ എക്സാമുകൾ. അതും 5 ടെസ്റ്റുകളാണുള്ളത്. അതോടൊപ്പം തന്നെ CPOയുടെ 5 ടെസ്റ്റുകളും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അങ്ങനെ ടോട്ടൽ 15 ടെസ്റ്റുകളാണ്. അപ്പം നിങ്ങൾ ചിലപ്പോൾ ഫയർമാൻ മാത്രമായിരിക്കും പഠിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 99 രൂപ കൊടുത്ത് നിങ്ങൾ ടെസ്റ്റ് സീരീസ് എടുത്താൽ നിങ്ങൾക്ക് എന്താണ് അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, ഒന്ന് സ്പെഷ്യൽ ടോപ്പിക്കുകൾ, അതായത് 20 മാർക്കോളം വരുന്ന സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഫയർമാൻ്റെ എക്സാമിന്റെ 5 ടെസ്റ്റുകൾക്കായിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. അതായത് സ്പെഷ്യൽ ടോപ്പിക്കിന് മാത്രം നിങ്ങൾക്ക് 100 ടെസ്റ്റുകളാണ് അല്ലെങ്കിൽ 100 ക്വസ്റ്റ്യനുകളാണ്, ടെസ്റ്റുകളല്ല 100 ക്വസ്റ്റ്യനുകളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇത് കൂടാതെ തന്നെ ഇപ്പം സിവിൽ എക്സൈസ് ഓഫീസർ മുതൽ CPO വരെയുള്ള 15 ടെസ്റ്റുകൾ നിങ്ങൾക്ക് അൺലോക്ക് ആയിട്ട് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ 80 × 15 എന്ന രീതിയിൽ, അതായത് ഒരു 1200 ക്വസ്റ്റ്യൻസ്, 1200 ജനറൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. GK ക്വസ്റ്റ്യൻസ് 1200 എണ്ണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് ആ ഒപ്പം തന്നെ ഫയർമാൻ്റെ 100 ക്വസ്റ്റ്യൻസും കൂടെ പ്രാക്ടീസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ എവിടെ പോകുന്നത്? എക്സാമിന് അപ്പിയർ ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ PYQs നമ്മൾ ഈ ക്ലാസ്സുകളിലൂടെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ 10th ലെവൽ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ട്. നിങ്ങളോട് പറഞ്ഞിരുന്നു കഴിഞ്ഞ തവണ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് കുറെ പ്രീ രജിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട്. കുറച്ച് സ്റ്റുഡൻസ് നമ്മളെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതനുസരിച്ചിട്ട് ഇനി നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സിനോ ഒക്കെ ആർക്കെങ്കിലും 10th ലെവൽ കോഴ്സ്, ലോങ് ടൈം കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ PK ലേണിംഗ്സിന്റെ പ്ലാറ്റ്ഫോം തന്നെ സജസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പം നമ്മൾ പതിവ് പോലെ PYQൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ബാക്കിലെ ബോർഡിൽ കാണാം, താഴെ പറയുന്നവയിൽ ഫയർ ട്രയാങ്കിൾ കൺസെപ്റ്റിൽ ഉൾപ്പെടാത്ത ഘടകം ഏത്? അല്ലെ, താഴെ പറയുന്നവയിൽ ഫയർ ട്രയാങ്കിൾ കൺസെപ്റ്റിൽ ഉൾപ്പെടാത്ത ഘടകം ഏത്? ഇപ്പൊ നിങ്ങൾ ഫയർ ട്രയാങ്കിൾ എന്നുള്ള ഇത് ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. കുഴപ്പമില്ല, നമുക്ക് എന്താണ് ഫയർ ട്രയാങ്കിൾ എന്ന് നോക്കാം. അതുപോലെ ഇതിനകത്ത് ഓരോ കമ്പോണൻസും എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഓക്കെ, അപ്പം അതിനകത്ത് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഏതാണ്? ഓക്സിജൻ തന്നിട്ടുണ്ട്, അതുപോലെ ഇന്ധനം തന്നിട്ടുണ്ട്, താപം തന്നിട്ടുണ്ട്, ജലം എന്നീ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതിന് മുന്നേ ഫയർഫോഴ്സിന്റെ എക്സാംസ് അപ്പിയർ ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ എന്നാലും നമുക്ക് ഡീറ്റെയിൽ, കാരണം ഡയറക്റ്റ്ലി തന്നെ ആവണമെന്നില്ല, എങ്ങനെ ഈ രീതിയിലുള്ള ഈ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊരു രീതിയിലൊരു ചോദ്യം വന്നാലും അതിനെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മൾ ഈ ഒരു ക്ലാസ് കൊണ്ടുപോകുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു കൺസെപ്റ്റ് കാര്യങ്ങൾ നോക്കാം. ഏറ്റവും തന്നെ എന്താണ്, നിങ്ങൾ ബോർഡിലൊരു ട്രയാങ്കിൾ കാണുന്നുണ്ടല്ലേ? എന്താ അത്? അഗ്നി ത്രികോണം, അല്ലെങ്കിൽ അതിന് എന്തെന്ന് പറയും? ജ്വലന ത്രികോണം എന്ന് പറയും. ചിലപ്പോൾ എന്ത് പറയും? ഫയർ ട്രയാങ്കിൾ. ഫയർ ട്രയാങ്കിൾ എന്നതിനെ അഗ്നി ത്രികോണം എന്നും ജ്വലന ത്രികോണം എന്നും അതിനെന്ത് ചെയ്യുന്നുണ്ട്? അറിയപ്പെടുന്നുണ്ട്. അതായത് എന്താണ്, ഒരു തീ അല്ലെങ്കിൽ എന്താണ് ഒരു ജ്വലനം സംഭവിക്കണമെങ്കിൽ ബേസിക് ആയിട്ട് കുറച്ച് ഘടകങ്ങൾ വേണം. ഈ ഘടകങ്ങളെല്ലാം കൂടെ ചേരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? അവിടെ ജ്വലനം എന്നൊരു ഫാക്ടർ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ തീ രൂപപ്പെടുന്നത്. അപ്പൊ ഇതാണ് എന്ത്? ജ്വലന ത്രികോണം എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഈ ജ്വലന ത്രികോണം എന്തുകൊണ്ട് ഒരു ഫയർമാൻ ആയിട്ടൊരാൾ അറിയണം എന്ന് ചോദിച്ചാൽ, ഫയർമാൻ മാത്രമല്ല
ഒരു സാധാരണ ഒരു വ്യക്തിയും അറിയേണ്ട കാര്യമാണ് ജ്വലന ത്രികോണം. കാരണം ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഇതുപോലെയുള്ള ചെറിയ ചെറിയ അറിവുകളായിരിക്കും. അപ്പം ജ്വലന ത്രികോണം എന്ത് എന്ന് ചോദിച്ചാൽ, ഈ ജ്വലന ത്രികോണം എന്താണ് എന്നറിഞ്ഞാൽ മാത്രമായിരിക്കും ഒരു ഫയർമാനെ സംബന്ധിച്ച് തീ ഏത് വിധേനയാണ് പടരുന്നത്, അല്ലെങ്കിൽ തീ ഏത് വിധയാണ് രൂപപ്പെട്ടത്, അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ കെടുത്താം എന്നൊക്കെ അറിയപ്പെടുന്നത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു നിഗമനത്തിലോട്ട് എത്തുന്നത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്? ജ്വലന ത്രികോണത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പൊ നമ്മൾ ഈ അഗ്നി ത്രികോണം എന്ന ആ ഒരു ഡയഗ്രാം കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതിന്റെ താഴെ എന്താണ് കൊടുത്തിരിക്കുന്നത്? ഫ്യുവൽ അഥവാ എന്ത്? ഇന്ധനം, അല്ലെ? ഇന്ധനം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് കൊടുത്തിട്ടുള്ളത്? അതിനകത്ത് ഓക്സിജൻ എന്നൊരു ഘടകം കൊടുത്തിട്ടുണ്ട്, താപം എന്നൊരു ഘടകം കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഇന്ധനം, അതുപോലെ ഈ ഓക്സിജൻ, അതുപോലെ ഈ താപം, ഇത്രയും കാര്യങ്ങൾ ചേരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? തീ ഉണ്ടാകുന്നത് അഥവാ ജ്വലനം സംഭവിക്കുന്നത് കേട്ടോ. ഈ 3 ഫാക്ടറും കൂടെ ചേരുമ്പോഴാണ് ജ്വലനം അഥവാ തീ എന്നൊരു കാര്യം ഉണ്ടാവുന്നത്. ഇപ്പൊ നമ്മുടെ നിത്യജീവിതത്തിലെ 1-2 ഉദാഹരണം നമുക്ക് നോക്കാം. ജ്വലനം സംഭവിക്കുന്ന ഉദാഹരണം നോക്കാം. ഒന്ന്, നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ രാവിലെ എണീറ്റിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കാപ്പിയൊക്കെ ഇടും, അല്ലെ? രാവിലെ ഒരു കാപ്പിയൊക്കെ ഇടും. അന്നേരം ഈ ഗ്യാസ് നമ്മൾ, അല്ലെങ്കിൽ സ്റ്റൗ നമ്മൾ കത്തിക്കുന്ന ആ ഒരു ടൈമിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവിടെ സംഭവിക്കുന്ന ഈ പ്രോസസ്സാണ് ജ്വലനം. അവിടെ കത്താൻ ഒരു ഇന്ധനമുണ്ട്, ഗ്യാസ് ആണ്. അതുപോലെ തന്നെ എന്തുണ്ട്? വായു ഉണ്ട്. അതുപോലെ തന്നെ ഈ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്ത് വരുന്നുണ്ട്? താപം എന്നൊരു ഫാക്ടർ വരുന്നുണ്ട്. വേണ്ട, നമുക്ക് വേറൊരു എക്സാമ്പിളും കൂടെ നോക്കാം. ഏതാണ്? ഒരു വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. രാവിലെ നമ്മൾ ഓഫീസിൽ പോകാനോ അല്ലെങ്കിൽ നമ്മൾ ഇപ്പം കറങ്ങാൻ പോകാനോ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളൊരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ഏറ്റവും ആദ്യം നടക്കുന്ന ഒരു ബേസിക് പ്രോസസ്സ് എന്താണ്? ആ പ്രോസസ്സ് ഇത് തന്നെയാണ്, ജ്വലനം തന്നെയാണ്. അപ്പം ഇതിന് ഏറ്റവും അടിസ്ഥാനമായിട്ട് വേണ്ട ഒരു കാര്യമാണ് ഇന്ധനം. അപ്പൊ നമ്മൾ ചോദിക്കും, എന്താണ് ഇന്ധനം? എന്തായിരിക്കും ഇന്ധനം എന്ന് പറയുന്നത്? കത്തുന്ന ഏതൊരു വസ്തുവും എന്താണ്? ഇന്ധനമാണ്. ഇപ്പം ഉദാഹരണത്തിന് ഒരു ബുക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ടേബിളോ അല്ലെങ്കിൽ ഒരു പേനയോ, എന്ത് വസ്തു ആയിക്കോട്ടെ, ആ വസ്തു കത്തുമെങ്കിൽ അതിനെ പറയുന്നത് എന്താണ്? അതിനെ പറയുന്നതാണ് ഇന്ധനം എന്നത്. ഈ ഇന്ധനം എന്ന് പറയുന്നത് ഏതൊക്കെ വിധത്തിൽ ഉണ്ടായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെയാണോ ഉള്ളത്? ഒന്ന്, ഖരരൂപത്തിൽ എന്തുണ്ട്? ഇന്ധനമുണ്ട്. ശരി, ഏതായിരിക്കും? തടി, ഇതുപോലെയുള്ള കാര്യങ്ങൾ. തടി, അതുപോലെ ബുക്ക്, അല്ലെങ്കിൽ എന്താ, പേപ്പറുകൾ, ഇങ്ങനെ എന്ത് കാര്യം എന്താണ്? അത് ഖരരൂപത്തിലുള്ള ഇന്ധനമാണ്. അതോടൊപ്പം എന്താണ്? ദ്രാവക രൂപത്തിലുള്ള ഇന്ധനമുണ്ട്, അല്ലെ? ദ്രാവക രൂപത്തിലുള്ള ഇന്ധനമുണ്ട്. ഇപ്പൊ എന്താ പറയുക? നമുക്കിപ്പോ മണ്ണെണ്ണ അല്ലെങ്കിൽ പെട്രോൾ ഇതൊക്കെ എടുത്താൽ എന്താണ്? അത് ദ്രാവക രൂപത്തിലുള്ള ഒരു ഇന്ധനം എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ വാതക രൂപത്തിലുള്ള ഇന്ധനം. ഇപ്പൊ LPG നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ കത്തുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അത് കത്തുന്നത് ഗ്യാസ് എന്ന ഒരു ഫോമിലേക്ക് വന്ന് അത് കത്തുന്നു. ഈ ഒരു സമയത്ത് എന്താണ്? അതും ഇന്ധനമായിട്ട് തന്നെയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പം ഇന്ധനം ഏതൊക്കെ തരത്തിലുണ്ട് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇന്ധനം ചിലപ്പം സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ വരാം: ഇന്ധനം ഖര രൂപത്തിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ദ്രാവ രൂപത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമല്ല. ഇന്ധനം 3 രൂപത്തിലുണ്ട്: ഖരം, ദ്രാവകം, വാതകം. ഈ 3 രൂപത്തിലും എന്തുണ്ട്? ഇന്ധനം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ 3 രൂപത്തിലും ഇന്ധനം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താ ഇന്ധനം എന്ന് വെച്ചാൽ? എന്താ? കത്തുന്ന ഏതൊരു വസ്തുവിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഇന്ധനം എന്നത്. ആ കാര്യം കൂടെ അപ്പൊ നിങ്ങൾ ഓർമ്മയിൽ വെക്കുക. ഇനി നമുക്ക് ഓക്സിജൻ. എന്താണ് ഓക്സിജൻ? ഇപ്പൊ ഓക്സിജൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? ഒരു വായു എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ എന്താ, ഈ നമ്മൾ ഫയർമാൻ എന്നൊരു രീതിയിൽ സംബന്ധിച്ച്, അല്ലെങ്കിൽ ആ ഒരു ആംഗിളിൽ നമ്മൾ നോക്കുമ്പോൾ ഓക്സിജൻ എന്താണ്? ഈ ജ്വലനം നിലനിർത്തണമെങ്കിൽ എന്ത് വേണം? അത്യാവശ്യമായിട്ട് എന്ത് വേണം? ഓക്സിജൻ എന്നൊരു ഘടകം വേണം. ഓക്സിജൻ തന്നെ വേണമെന്നില്ല, വേണമെങ്കിൽ അത് ഓക്സിഡൈസിങ് ഏജന്റും ആകാം. ഓക്കെ, അപ്പം ഈ ജ്വലനത്തെ, അല്ലെങ്കിൽ ഈ ഒരു അഗ്നിയെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഘടകമാണ് എന്ത്? ഓക്സിജൻ എന്ന് പറയുന്നത്. ഇപ്പൊ അന്തരീക്ഷത്തിൽ എത്ര ശതമാനം ഓക്സിജൻ ഉണ്ട്? നിങ്ങൾക്കറിയാം, അല്ലെ? 21% ഓക്സിജൻ നമ്മുടെ അന്തരീക്ഷത്തിലുണ്ട്. പക്ഷെ കത്താനായിട്ട് എത്ര ശതമാനം ഓക്സിജൻ വേണം? അത് നിങ്ങൾക്കറിയോ? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? തീ പിടിക്കണമെങ്കിൽ എത്ര ശതമാനം ഓക്സിജൻ വേണം എന്ന് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. ചിലരൊക്കെ ഉത്തരം പറയുന്നുണ്ട് 16% കേട്ടോ. ഏറ്റവും കുറഞ്ഞത് 16% എങ്കിലും ഓക്സിജൻ ഉണ്ടെങ്കിലാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? തീ പിടിക്കുന്നത്. ഓക്കെ, അപ്പം ഇന്ധനം മാത്രം പോരാ, ആ കൂടെ എന്തുകൂടെ വേണം? ഓക്സിജന്റെ സപ്പോർട്ട് കൂടെ വേണം. എന്ത് സംഭവിക്കാനായിട്ട്? തീപിടുത്തം ഉണ്ടാവാൻ, അല്ലെങ്കിൽ തീപിടുത്തം നിലനിർത്താനായിട്ട്. ഓക്കെ, അപ്പം ഓക്സിജന്റെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾ കണ്ടു. അതുപോലെ തന്നെ വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഓക്സിഡൈസിങ് ഏജന്റ്. ഇപ്പം ചില സന്ദർഭങ്ങളിൽ ഇപ്പൊ ഓക്സിഡൈസിങ്, ആദ്യമേ പറയാം, ഓക്സിഡൈസിങ് ഏജന്റ് എത്ര തരത്തിലുണ്ടെന്ന് ചോദിച്ചാൽ അതും ഏതൊക്കെ തരത്തിലാണുള്ളത്? നമ്മൾ നേരത്തെ ഇന്ധനം കണ്ട പോലെ ഖരം, അതുപോലെ തന്നെ ദ്രാവകം, അതുപോലെ തന്നെ വാതകം. ഈ 3 രൂപത്തിലും എന്തുണ്ട്? ഓക്സിഡൈസിങ് ഏജന്റ് ഉണ്ട് കേട്ടോ. ഈ 3 രൂപത്തിലും
ഓക്സിഡൈസിങ് ഏജന്റ് നിലനിർത്തുന്നുണ്ട്. അപ്പം നിങ്ങളിപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താണ് ഈ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് നിങ്ങളിപ്പോൾ ഓർക്കുന്നുണ്ടാവും. ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ എടാ ഇത്രേ ഉള്ളൂ. അതായത് ഓക്സിജൻ എല്ലാ സ്ഥലത്തും ഓക്സിജൻ ചിലപ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലൊന്നും ഓക്സിജൻ സേഫ് ആയിരിക്കത്തില്ല. ഈ സമയത്ത് നമ്മൾ എന്ത് ഉപയോഗിക്കും? ഓക്സിജന്റെ പ്രോപ്പർട്ടി കാണിക്കുന്ന അല്ലെങ്കിൽ കത്താൻ സഹായിക്കുന്ന മറ്റ് ഈ ഓക്സിജന്റെ അതേ പ്രോപ്പർട്ടി കാണിക്കുന്ന ചില കാര്യങ്ങളെ നമ്മൾ ഉപയോഗിക്കും. ഇത് ഖര രൂപത്തിലാകാം, അതുപോലെ ദ്രാവക രൂപത്തിലാകാം, അതുപോലെ വാതക രൂപത്തിലാകാം. ഇപ്പം ഉദാഹരണം പറയുവാണെങ്കിൽ റോക്കറ്റ്. നമ്മൾ റോക്കറ്റ് വിടുന്നുണ്ട്, ശ്രീഹരിക്കോട്ടയിൽ നിന്നൊക്കെ റോക്കറ്റ് പോകുന്നുണ്ട്, അല്ലെങ്കിൽ വീലർ ഐലൻഡിൽ നിന്നൊക്കെ റോക്കറ്റ് പോകുന്നുണ്ട്. പക്ഷെ ഈ ബഹിരാകാശത്ത് ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ പ്രശ്നം എന്താ? അവിടെ ഈ ഒരു വായുവോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ അവിടെ എന്ത് സംഭവിക്കണം? ജ്വലനം തന്നെ സംഭവിക്കണം. ജ്വലനം സംഭവിച്ചാലാണ് ഇത് മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പം ആ ഒരു ബഹിരാകാശത്ത് ഈ ജ്വലനം സംഭവിക്കുന്നതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഓക്സിജനെ നമ്മളൊരു ലിക്വിഡ് ഫോമിലാക്കും. ലിക്വിഡ് ഓക്സിജൻ LOX എന്നൊക്കെ എഴുതുന്ന ആ ഒരു ഫോമിലേക്ക് നമ്മൾ ഓക്സിജനെ മാറ്റി ആ ഒരു കത്തൽ അല്ലെങ്കിൽ ജ്വലന പ്രക്രിയ നടത്താനായിട്ട് അത് ഈസി ആക്കാനായിട്ട് നമ്മൾ ആ ഒരു രൂപത്തിലോട്ട് മാറ്റും. അപ്പൊ അത് വാതക രൂപത്തിൽ ഓക്സിജൻ ഉണ്ട് എന്ന് നിങ്ങൾ കണ്ടു. ഇനി ഏതാണ്? ഇനി ഖര രൂപത്തിൽ ഓക്സിജൻ ഉണ്ടെന്ന് എത്ര പേർക്കറിയാം? അല്ലെങ്കിൽ നിങ്ങളാണെങ്കിലും ചില സന്ദർഭങ്ങളിലൊക്കെ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അറിയത്തില്ല. അല്ല, നിങ്ങൾ 1 രൂപ കൊടുത്തൊക്കെ എന്ത് വാങ്ങിയിട്ടുണ്ട്? തീപ്പെട്ടി വാങ്ങിയിട്ടുണ്ട് അല്ലെ? വീട്ടിലേക്കാണെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? തീപ്പെട്ടി വാങ്ങും. പക്ഷെ ഈ തീപ്പെട്ടിയിനകത്ത് ഒരു ഘടകം ഉണ്ട്, അല്ലെങ്കിൽ ആ തീപ്പെട്ടിക്കൊള്ളിയുടെ ആ ഒരു മാസ്റ്റിക് ഹെഡിൽ എന്തുണ്ട്? ഒരു ഘടകമുണ്ട്, സൾഫർ ഉണ്ട്. ആ കൂടെ തന്നെ വരുന്നതാണ് എന്ത്? പൊട്ടാസ്യം ക്ലോറൈറ്റ് എന്ന് പറയും. ഓക്കെ, ഈ സൾഫർ എന്ന് പറയുന്നത് എന്താണ്? അത് തീ പിടിക്കാനായിട്ടുള്ള ഒരു ഘടകമാണ്. ആ കൂടെ തന്നെ എന്താണ്? പൊട്ടാസ്യം ക്ലോറൈറ്റ്. ഈ പൊട്ടാസ്യം ക്ലോറൈറ്റ് എന്താണ്? ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്, തീപ്പെട്ടിയിലുള്ളതാണ്. ഇത് നമ്മൾ ആ ഒരു മാച്ച് സ്റ്റിക്ക് ഉരയ്ക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തീ പിടിക്കുന്നുണ്ട്. ആ തീ പിടിക്കാനായിട്ട് ഈ ഒരു ഘടകം അതിനകത്ത് ഒരു ഓക്സിഡൈസിങ് ഏജന്റ് എന്ന രീതിയിൽ നമ്മൾ അതിന് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് കൂടാതെ തന്നെ ഗേഷ്യസ് ഫോമിലും ഉണ്ട്. ഇപ്പൊ ഇൻഡസ്ട്രിയൽ പർപ്പസ് ഒക്കെ എടുത്താൽ ക്ലോറിൻ, ഫ്ലൂറിൻ ഇതൊക്കെ തന്നെ ഒരു ഗേഷ്യസ് ഫോമിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഓക്സിജൻ അല്ലെങ്കിൽ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന രീതിയിൽ കത്താനായിട്ട് സഹായകമായിട്ട് ഇതിനെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിയണം. ഇതിപ്പോ ഞാൻ നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾ ഈ പേരുകളൊന്നും നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഒരു ഫയർമാനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ എക്സാമിനെ സംബന്ധിച്ച് നിങ്ങൾ ഇതെല്ലാം അറിഞ്ഞിരിക്കണം. കാരണം എക്സാമിന് ചിലപ്പം മറ്റൊരു രീതിയിൽ ചോദ്യം വന്നാലും ആ ഒരു ചോദ്യത്തെ നിങ്ങൾക്ക് ഫേസ് ചെയ്യാനായിട്ട് കൃത്യമായിട്ട് പറ്റണം. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഓക്സിജൻ എന്താണെന്ന്, അതൊരു ഓക്സിഡൈസിങ് ഏജന്റ് എന്താണ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ എന്താണ് ഫ്യൂവൽ എത്ര തരത്തിലുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലാണ്, ഏതൊക്കെ രീതിയിലാണ് ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓക്സിജൻ ഏതൊക്കെ രീതിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ നിങ്ങളോട് പറയുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടു ഖരം, ദ്രാവകം, വാതകം ഈ 3 രൂപത്തിലുണ്ട്. ഓക്സിജന്റെ കാര്യമുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് ഇത്രയും ഓക്സിജനെ പറ്റി അറിഞ്ഞാൽ മതി. ഇനി ആ കൂടെ തന്നെ ഈ ഒരു ഫാക്ടറും കൂടെ ചേരുമ്പോഴാണ് എന്ത് പൂർത്തിയാവുന്നത്? അഗ്നി ത്രികോണം പൂർത്തിയാവുന്നത്. അപ്പൊ നമ്മൾ എന്താണ്? നമ്മൾ ഇന്ധനം കണ്ടു, അതുപോലെ നമ്മൾ ഓക്സിജൻ കണ്ടു, അതുപോലെ തന്നെ അടുത്ത ഒരു ഫാക്ടറാണ് എന്ത്? താപം എന്നൊരു ഫാക്ടർ. അപ്പൊ അതിന് പിന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാം. എന്തായിരിക്കും താപം? എന്താണ് താപം? ചൂടാണ് എന്ന് നമ്മൾ പറയുന്നുണ്ട് അല്ലെ? ശരി, താപം ചൂടാണ്, സമ്മതിച്ചു. അതല്ലാതെ വേറെ എന്തായിരിക്കും താപം എന്തായിരിക്കും? താപം ഒരു എനർജിയാണ് അല്ലെ? താപം ഒരു എനർജി അല്ലെങ്കിൽ താപം എന്താണ്? ഒരു ഊർജ്ജമാണ്. ഇത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്റെ പേരാണ് എന്ത്? ജെയിംസ് പ്രെസ്കോട്ട് ജൂള്. അതാണ് നിങ്ങൾക്ക് ഇവിടെ 2ാമത്തെ പോയിന്റിൽ കൊടുത്തിരിക്കുന്നത്. ആ ഒരു ശാസ്ത്രജ്ഞന്റെ പേരാണ് ജെയിംസ് പ്രെസ്കോട്ട് ജൂള്. ശരി, അതവിടെ ഇരിക്കട്ടെ. ഈ താപത്തിന്റെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാമോ? താപത്തിന്റെ ഒരു പ്രത്യേകത, താപം ട്രാൻസ്ഫർ ചെയ്യുന്ന രീതികൾ ഒക്കെ ഉണ്ട്. ഇപ്പൊ എന്താണെന്ന് പറയാം? നമുക്ക് ചാലനം എന്ന് പറയാം, അതുപോലെ സംവഹനം എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ എന്താണ് നമുക്ക് വികിരണം എന്നൊക്കെ പറയാം. കണ്ടക്ഷൻ, അതുപോലെ കൺവെക്ഷൻ, അതുപോലെ റേഡിയേഷൻ, ഇത്ര ഉള്ളൂ. ഓക്കെ, ഈ ഒരു 3 രീതി നമുക്ക് പറയാം. പക്ഷെ ഇതെല്ലാം നിങ്ങൾ ഇതിനകത്ത് ഒരു ഫാക്ടർ നിങ്ങൾക്ക് മനസ്സിലാക്കണം. അതായത് താപം എങ്ങനെയാണ് നീങ്ങുന്നത്, അല്ലെങ്കിൽ എവിടെ നിന്ന് എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് അറിയണം. ഇപ്പൊ ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെക്കുന്നു, അല്ലെങ്കിൽ തന്നെ ചായ ചൂടാക്കാൻ വെക്കുന്നു. ശരി, നമ്മൾ ആ ഒരു പാത്രത്തെ തൊട്ട് എന്ത് പറ്റും? നമ്മുടെ കൈ പൊള്ളു അല്ലെ? നമ്മുടെ കയ്യിൽ ഒരു ചൂട് വരും, പെട്ടെന്ന് നമ്മൾ കൈ വലിക്കും. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അവിടെ കണ്ടക്ഷൻ എന്നൊരു പ്രോസസ്സ് നടക്കുന്നുണ്ടാണ്. നമ്മളിപ്പം ഫയർ എക്സ്റ്റിങ്യൂഷർ അല്ലെങ്കിൽ നമ്മളിപ്പോൾ അടുത്തൊരു ക്ലാസ്സസിലോട്ട് വരുമ്പോഴത്തേക്കും എന്താണ് പറയുക, കെമിസ്ട്രി ഓഫ് ഹീറ്റ് ആൻഡ് കമ്പഷൻ ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഇതെല്ലാം കൃത്യമായിട്ട് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പക്ഷെ അത് ജസ്റ്റ് ഒരു പെരിഫറലായിട്ട് നിങ്ങൾക്ക് ഹീറ്റ് എന്തുകൊണ്ടാണ് തീപിടുത്തം അല്ലെങ്കിൽ തീ പടരുന്നതിന് കാരണമാകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പം എങ്ങനെയാണ് ഈ താപം ചലിക്കുന്നത്? കൂടുതൽ താപം ഉള്ളിടത്ത് നിന്ന് കുറഞ്ഞ താപം ഉള്ളിടത്തേക്ക് അല്ലെ? നിങ്ങളിപ്പം വെള്ളമൊക്കെ ചൂടാക്കിയിട്ട് എന്ത് ചെയ്യും?
നമ്മളൊരു ഗ്ലാസ്സിൽ ചൂടുവെള്ളം കുടിക്കാനാണെങ്കിൽ നമ്മൾ വെക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് ആറും അല്ലെ. എന്തുകൊണ്ടാണ്? ഈ ചൂടുള്ള ഗ്ലാസ്സിൽ നിന്ന് അല്ലെങ്കിൽ ഈ ചൂടുവെള്ളമുള്ള ഈ ഗ്ലാസ്സിൽ നിന്ന് ചൂട് അന്തരീക്ഷത്തിലേക്ക് അത് മാറുവാണ്. ചൂടുള്ള സ്ഥലത്ത് നിന്ന് ചൂടില്ലാത്ത സ്ഥലത്തേക്ക് ഇത് പടരുവാണ്. ഓക്കെ, ഇത് തന്നെയാണ് എന്ത് സംഭവിക്കുന്നത്? താപത്തിലെ മൂവ്മെന്റും ഇത് തന്നെയാണ്. ചൂടുള്ള സ്ഥലത്ത് നിന്ന് ചൂടില്ലാത്ത വശത്തിലേക്കാണ് ഇത് നീങ്ങുന്നത്. ഇപ്പൊ നമുക്ക് തൽക്കാലം അത്രയും നോക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വരുന്ന ആ ഒരു ക്ലാസ്സുകളിലെല്ലാം നമ്മളത് കൃത്യമായിട്ട് നോക്കാം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമാണ് താപം അളക്കുന്ന യൂണിറ്റ്. താപം അളക്കുന്ന SI യൂണിറ്റ് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാം. SI യൂണിറ്റ് ആണ് എന്ത്? ജൂള്. ഒന്നും വേണ്ട, വളരെ സിമ്പിൾ ആയിട്ട് ഇത് മനസ്സിലാക്കുന്ന ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ പറയുന്ന SI, ഓക്കെ, SI ആണെന്ന് ഓർക്കുക, പോലീസിൽ SI ആണെന്ന് ഓർക്കുക. SIക്ക് എന്ത് പറ്റി? SIക്ക് ഭയങ്കരമായിട്ട് താപം കയറി, ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. എന്ത് ചെയ്യും? ഒരാളെ പിടിച്ച് ജയിലിൽ കൊണ്ടിടും അല്ലെ. അപ്പം SI യൂണിറ്റ്, താപത്തിന്റെ SI യൂണിറ്റ്, SIക്ക് താപം കയറി എന്ത് ചെയ്യും? ജയിലിൽ കൊണ്ടിടും. അതായത് ജയിലിൽ കൊണ്ടിടും എന്നോർക്കുക. അപ്പം SI യൂണിറ്റ് അല്ലെങ്കിൽ താപത്തിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ജൂള് എന്ന് ഓർക്കുക. അപ്പൊ ഇത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറയുകയാണ്. ടെമ്പറേച്ചർ അല്ലെങ്കിൽ താപനില അഥവാ ഊഷ്മാവ് എന്നൊക്കെ അറിയും. താപത്തിന്റെ SI യൂണിറ്റ് ജൂളാണ്. അത് ജെ എന്ന ക്യാപിറ്റൽ J എന്ന ലെറ്ററിലാണ് അത് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നതെന്ന് ഓർക്കുക. അതുപോലെ തന്നെ ഇത് കഴിയുമ്പോൾ വരുന്നതാണ് താപം അഥവാ താപനില. ഈ താപനിലയുടെ SI യൂണിറ്റ് എന്തായിരിക്കും? നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയരുത്, ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയില്ല. അത് താപം അളക്കുന്ന ഒരു എന്താണ് യൂണിറ്റ് മാത്രമാണ്, SI യൂണിറ്റ് അല്ല. ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നതാണ് എന്ത്? കെൽവിൻ അഥവാ K എന്ന് പറയാം. അപ്പം താപം കഴിഞ്ഞാണ് താപനില വരുന്നത് എന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ എന്ന് പറഞ്ഞ പോലെ തന്നെ J കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? K വരുന്നത് എന്ന് ഓർത്താൽ മതി. J കഴിഞ്ഞിട്ടാണ് K വരുന്നത്, കെൽവിൻ എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി. ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് അഥവാ താപനിലയുടെ SI യൂണിറ്റ് അഥവാ ഊഷ്മാവിന്റെ SI യൂണിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? കെൽവിൻ ആണ് എന്നൊരു കാര്യം നിങ്ങൾ അതിനകത്ത് അപ്പൊ ഒന്ന് ഓർമ്മയിൽ വെക്കുക. അതുപോലെ തന്നെ താപം അളക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു യൂണിറ്റിനെ പറഞ്ഞ പേരാണ് എന്ത്? അതിനാണ് കലോറി എന്ന് പറയുന്നത്. കലോറി എന്ന് പറയുന്നത് താപം അളക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു യൂണിറ്റിനാണ്. ഒരു കലോറി എന്ന് പറഞ്ഞാൽ എന്താണ്? 4.2 ജൂൾ ആണ്. ഒരു കലോറി എന്ന് പറയുന്നത് 4.2 ജൂൾ ആണ്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഏറ്റവും ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെന്റിലോട്ട് വരാം. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫയർമാനെ സംബന്ധിച്ച് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. പക്ഷെ ഇത് അറിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ പല കാര്യങ്ങളെ പറ്റിയും ഒരു കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടും. താപം എന്നതിനെ പറ്റി നിങ്ങൾ എവിടെ വായിച്ചാലും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഐഡിയ കിട്ടുന്നതുകൊണ്ട് ഞാനത് പറയുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു ഫസ്റ്റ് സെന്റൻസ് നിങ്ങൾ നോക്കിക്കേ. എന്താണ്? ഒരു പദാർത്ഥത്തിന്റെ എല്ലാ തന്മാത്രകളുടെയും ആകെ ഗതികോർജത്തിന്റെ അളവാണ് താപം. വല്ലതും പിടി കിട്ടിയ? ഒരു പദാർത്ഥത്തിന്റെ എല്ലാ തന്മാത്രകളുടെയും ആകെ ഗതികോർജത്തിന്റെ അളവാണ് താപം. ഒന്നും വേണ്ട, ഞാൻ ആദ്യം ഒരു പദാർത്ഥം അവിടെ വരയ്ക്കുകയാണ്. ഒരു പദാർത്ഥം ഇതിരുന്നോട്ടെ. ഇത് എന്തിൻ്റെങ്കിലും ഒരു കഷ്ണോ ഒരു പീസോ ഒക്കെ ആയിട്ട് നിങ്ങൾ അതിനെ കണ്ടാൽ മതി. ഇതിന്റെ എല്ലാ തന്മാത്രകളുടെയും നമുക്ക് തൽക്കാലം അതിനകത്തൊരു 4 തന്മാത്രകളുണ്ട് എന്ന് നമുക്ക് സങ്കല്പിക്കാം. ഓക്കെ, ഒരു 4 തന്മാത്രകളുണ്ട്. ഓക്കെ, ഈ ഓരോ തന്മാത്രയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ വാല്യൂ കൊടുക്കുവാണ്. ഒരെണ്ണത്തിന് നമുക്ക് 5 എന്ന് കൊടുക്കാം, ഒരെണ്ണത്തിന് നമുക്ക് 6 എന്ന് കൊടുക്കാം, ഒരെണ്ണം 4, അടുത്ത ഒരെണ്ണം 5. ഓക്കെ, അപ്പം ഇതെന്താണ്? ഇപ്പം ഇതിനകത്ത് ഒരു പദാർത്ഥമായി, അതിനകത്ത് തന്മാത്രകളുമായി. ഇതിന്റെ ആകെ ഗതികോർജത്തിന്റെ അളവാണ് താപം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇതിന്റെ എല്ലാം കൂടെ സമ്മിനെയാണ്. ഈ ഒരു പദാർത്ഥത്തിനകത്തുള്ള എല്ലാ തന്മാത്രകളുടെയും ഒരു വൈബ്രേഷൻ ഉണ്ട്, ഒരു ഗതികോർജം ഉണ്ട്. ആ ഗതികോർജത്തിന്റെ ഒരു സമ്മാണ് എന്ത്? താപം എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്താണ്? നമുക്ക് 5 + 6 + 5 + 4 അല്ലെ. നമുക്ക് അതിന് 20 എന്നൊരു നമ്പർ നമുക്ക് കിട്ടും. അപ്പം 20 എന്നൊരു നമ്പർ കിട്ടും. ഈ 20 ആണ് എന്ത്? താപം എന്ന് നമ്മൾ പറഞ്ഞത്. ഈ ഒരു ഡെഫിനിഷൻ അതിനെ നിങ്ങൾക്ക് ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് തന്നതാണ്. അപ്പം നിങ്ങൾക്ക് അത് വളരെ ഈസി ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ബ്രേക്ക് ഡൗൺ ചെയ്ത് തന്നതാണ് കേട്ടോ. അപ്പം പല സ്ഥലങ്ങളിലും നിങ്ങൾ ഇനിയിപ്പോൾ താപനിലയോ ഒക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഭയങ്കര എളുപ്പമായിരിക്കും. താപനിലയ്ക്ക് വേറൊരു കാര്യമാണ്, അത് നമ്മൾ താപനില അടുത്ത സെക്ഷൻ നമ്മൾ നോക്കുന്നുണ്ട്, അതിൽ നമുക്ക് കൃത്യമായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താപം എന്താണെന്ന് പിടികിട്ടിയിട്ടുണ്ടാവും. താപം ഒരു എനർജി ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. താപം ഒരു എനർജിയാണെന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞരാണ് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ ആണ്. അതുപോലെ തന്നെ ഈ താപത്തിന്റെ SI യൂണിറ്റ് എന്താണ്? SI യൂണിറ്റ് ജൂൾ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇത് അളക്കുന്ന മറ്റൊരു യൂണിറ്റ് ആണ് എന്ത്? കാലറി. ഒരു കാലറി എന്ന് വെച്ചാൽ എത്രയാണ്? 4.2 ജൂൾ ആണ് എന്നൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം താപത്തെ പറ്റി നിങ്ങൾ ഇത്രയും തൽക്കാലം ഇതിനകത്ത് അറിഞ്ഞാൽ മതി. കുറച്ച് കാര്യങ്ങളൊക്കെ ഫിസിക്സിൽ വരുന്ന ഒരു ഭാഗമാണ്. പക്ഷെ നിങ്ങൾക്ക് ഒരു ഫയർമാൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കൺസെപ്ച്വൽ ബേസ്ഡ് ക്വസ്റ്റ്യൻ വന്നാൽ ആ ക്വസ്റ്റിനെ ക്രാക്ക് ചെയ്യാൻ ഈ ഫാക്ടേഴ്സ് ആവശ്യമുള്ളത് കൊണ്ട് നമ്മൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ്. അപ്പൊ ഇനി നമുക്ക് താപനില എന്താണെന്ന് നോക്കാം അല്ലെ. താപനില ഇതിൽ നമുക്ക് എന്തുണ്ട്? ഒരു ഫസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തൽക്കാലം നിങ്ങളത് നോക്കണ്ട. ഓക്കെ, അത് നമുക്ക്
കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതിന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താപനില ആ ഒരു ഡെഫിനേഷൻ നിങ്ങൾക്ക് ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്തു തരാം. ഓക്കെ, അപ്പം എന്താണ് താപനില? ഒരു വസ്തുവിന്റെ താപത്തെ സൂചിപ്പിക്കുന്ന അളവാണ് താപനില. ഇപ്പൊ നമ്മൾ ആശുപത്രി പോകും, നമ്മൾ ആശുപത്രി പനിയൊക്കെ വരുമ്പോൾ നമ്മൾ ആശുപത്രി പോകുമ്പോൾ അവരെന്താണ് പറഞ്ഞത്? തലയ്ക്ക് ഇത്ര താപമുണ്ട്, കൈക്ക് ഇത്ര താപമുണ്ട്, കാലിന് ഇത്ര താപമുണ്ടെന്നൊന്നും അല്ല അവർ പറഞ്ഞത്. അവർ പറയുന്നത് ഇത്ര ഡിഗ്രി പനിയുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഇത്ര ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ട് കേട്ടോ എന്നാണ് അവർ പറയുന്നത് അല്ലെ. അപ്പം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഒരു മൊത്തത്തിലുള്ള ആ ഒരു താപം എത്രയാണെന്ന് വെച്ചാൽ അത് പറയുന്നതാണ് എന്ത്? താപനില കേട്ടോ. താപനില, അതിനെ ഊഷ്മാവ് എന്നും പറയുന്നുണ്ട്. അപ്പം താപനില എന്താണെന്ന് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ആ കാര്യത്തിൽ മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പൊ ഇനിയിപ്പം നമുക്ക് ഒരു കാര്യം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, താപനിലയുടെ SI യൂണിറ്റ് അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. എന്താണ്? കെൽവിൻ ആണ്. താപനിലയുടെ SI യൂണിറ്റ് കെൽവിൻ ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഡിഗ്രി സെൽഷ്യസിലും ഒക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനെ അളക്കുന്നുണ്ട്. താപനിലയെ ഡിഗ്രി സെൽഷ്യസിലും ഒക്കെ തന്നെ അളക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അടുത്തൊരു ചോദ്യമാണ്, താപനില അളക്കുന്ന ഉപകരണം അല്ലെങ്കിൽ മനുഷ്യന്റെ താപനില അളക്കുന്ന, ഇപ്പൊ താപനില അളക്കുന്ന ഉപകരണം എന്ന് ചോദിച്ചാൽ എന്താണ്? അല്ലെങ്കിൽ ഊഷ്മാവ് അളക്കുന്ന ഉപകരണം എന്ന് ചോദിച്ചാൽ അതെന്താണ്? അത് തെർമോമീറ്റർ ആണ്. ഒരു ഊഷ്മാവ് അളക്കുന്ന ഉപകരണം അല്ലെങ്കിൽ താപനില, അത് ഇൻ ജനറൽ കേസ് ആണ്. എന്നാല് ഒരു മനുഷ്യന്റെ താപനില അളക്കുന്ന ഉപകരണം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? അത് ക്ലിനിക്കൽ തെർമോമീറ്റർ ആണ് കേട്ടോ. അത് തെർമോമീറ്ററും ക്ലിനിക്കൽ തെർമോമീറ്ററും തമ്മിൽ മാറിപ്പോവരുത്. അപ്പം ക്ലിനിക്കൽ തെർമോമീറ്റർ ആണ് എന്ത്? ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ നമുക്കൊക്കെ പനിയൊക്കെ വരുമ്പോൾ നമുക്ക് ആ ഒരു ടൈമിൽ ടെമ്പറേച്ചർ അളക്കുന്ന ഉപകരണം ഏതാണെന്ന് ചോദിച്ചാൽ അത് ക്ലിനിക്കൽ തെർമോമീറ്റർ ആണ്. ഓക്കെ, തെർമോമീറ്റർ എന്ന് പറയുന്നത് ഇൻ ജനറൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന, ടെമ്പറേച്ചർ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ശരാശരി ഒരു ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ഒരു താപനില എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും? ശരാശരി ഹീറ്റാണ്. അതൊരു താപനില എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു മനുഷ്യന്റെ ശരീരത്തിലെ താപനില എന്നൊക്കെ പറഞ്ഞത് എന്തായിരിക്കും? എത്രയായിരിക്കും? അത് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഫാക്ടറാണ്, നമ്മൾ ലൈഫ് സയൻസിലൊക്കെ പഠിക്കുന്നതാണ്. എത്രയാണ്? 37 ഡിഗ്രി സെൽഷ്യസ് ആണ് ഒരു മനുഷ്യന്റെ ശരീരത്തിലെ സാധാരണ താപനില. ഇത് ചെറുതായിട്ട് കൂടുകയോ കുറയൊക്കെ ചെയ്യാം. ഒരു മനുഷ്യന്റെ ആരോഗ്യം അനുസരിച്ചിട്ട് ഇത് ചിലപ്പോൾ ആണെങ്കിൽ ചെറിയൊരു വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവാം. ഓക്കെ, അപ്പൊ ക്ലിനിക്കൽ തെർമോമീറ്റർ ഇപ്പൊ നമ്മൾ ചെന്നിട്ട് പറയുമല്ലേ, നമ്മൾ ഇപ്പൊ പനിയൊക്കെ ആണെന്ന് പറഞ്ഞാൽ ആശുപത്രി ചെല്ലുമ്പോൾ എന്ത് പറയും? ഡോക്ടർ അളന്ന് നോക്കും, എന്നിട്ട് പറയും 100 ഡിഗ്രി പനിയാണ്, 100 ഡിഗ്രി പനിയാണെന്ന് പറയും. അത് പക്ഷെ 100 ഡിഗ്രി പനി എന്ന് പറഞ്ഞാൽ 100 ഡിഗ്രി സെൽഷ്യസ് ആണോ? അത് 100 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് കേട്ടോ. 100 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. കാരണം ഈ ക്ലിനിക്കൽ തെർമോമീറ്ററിൽ അതിനകത്ത് രേഖപ്പെടുത്തുന്നത് എത്രയിലാണ്? ഫാരൻഹീറ്റ് വെച്ചിട്ടാണ് അതിൽ രേഖപ്പെടുത്തുന്നത്. ഏതാണ്ട് 95 മുതൽ 107 പോയിന്റ് സംതിങ് വരുന്ന ഒരു ഡിഗ്രിയിലൊക്കെയാണ് ഇത് മെഷർ ചെയ്യുന്നത്. ഫാരൻഹീറ്റ് സ്കെയിലാണ് ഈ ക്ലിനിക്കൽ തെർമോമീറ്റർ മെഷർ ചെയ്യുന്നത്. ഫാരൻഹീറ്റ് സ്കെയിലാണ് എന്നൊരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കുക. ഓക്കെ, അതായത് ഇതിപ്പം ഒരു ടെമ്പറേച്ചറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ എത്രയാണ്? ഒരു 35 മുതൽ 42 ഡിഗ്രി വരെ ടെമ്പറേച്ചർ ഒക്കെ വരുള്ളൂ. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ശരീരത്തിന്റെ ഒരു താപനില എന്ന് പറഞ്ഞാൽ 37 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഇത് എത്ര ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് എന്ന് ചോദിച്ചാൽ എത്രയാണ്? 98.6 ഡിഗ്രി ഫാരൻഹീറ്റോളമാണ് ഇത് വരുന്നത് കേട്ടോ. അപ്പൊ 100 ഡിഗ്രി പനി എന്ന് പറയുമ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് ഓർക്കില്ല, അത് ബോയിലിംഗ് പോയിന്റ് ഒക്കെയാണ്, അത് ഭയങ്കര പ്രശ്നമാവും. അതല്ല, ഇതിനകത്ത് പറയുന്നത് 100 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന കാര്യമാണ് എന്ന കാര്യം നിങ്ങൾ അതിനകത്തൊന്ന് ഓർക്കുക. ഇനി നമുക്ക് ആ ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമുക്കൊന്ന് നോക്കാം. ഏതാണ്? ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജത്തിന്റെ അളവ് സൂചിപ്പിക്കുന്ന ആനുപാതിക സംഖ്യയാണ് അതിന്റെ താപനില. ശരി, അപ്പൊ നമ്മൾ നേരത്തെ എന്തുകൊണ്ട് ഒരു പദാർത്ഥം നമ്മൾ വരച്ചിരുന്നു അല്ലെ? ഒരു പദാർത്ഥം നമ്മൾ വരച്ചിരുന്നു. അതുപോലെ അതിനകത്തെ തന്മാത്രകളുടെ ഒരു ഇതും പറഞ്ഞു, ഗതികോർജം നമ്മൾ വരച്ചു. ആ ഒരു ഗതികോർജം നമ്മൾ ഇവിടെ ഒന്നും കൂടി ഒന്ന് വരയ്ക്കുകയാണ്. 1 2 3 4 എത്രയാണ്? 5 6 4 അഗൈൻ 5. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇത് എത്രയാണ്? ഇൻ ടോട്ടൽ എത്രയാണ് നമ്മൾ കണ്ടിരുന്നു? അവിടെ നമ്മൾ അത് 20 ആണെന്ന് നമ്മൾ കണ്ടു. ഇവിടെയും 5 + 6 + 5 + 4 അത് 20 തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇനി എന്താണ്? അതിന്റെ ഒരു ശരാശരിയാണ് ഈ ഒരു താപനില എന്ന് പറഞ്ഞ് വരുന്നത്. അതായത് ബൈ 4 എന്ന് പറഞ്ഞാൽ അത് ഏതാണ്? ഒരു ഏകദേശം 5 ആയിട്ട് വരും. അപ്പൊ ഇതാണ് താപനില എന്ന് പറയുന്നത്, അതിന്റെ ശരാശരിയാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് താപവും താപനിലയും തമ്മിലുള്ള ഒരു വ്യത്യാസം ഇതാണ്. അപ്പൊ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇനി നമുക്ക് അടുത്തത് ജ്വലനം എന്നൊരു ഫാക്ടർ നോക്കാം. ഇപ്പൊ നിങ്ങൾ ഫയർ ട്രയാങ്കിൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലായി അല്ലെ? ഇന്ധനം എന്താണെന്ന് മനസ്സിലായി, എത്ര തരത്തിലുള്ള ഇന്ധനം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ നമുക്ക് എന്ത് മനസ്സിലായി?
ഓക്സിജൻ എന്താണെന്ന് മനസ്സിലായി, ഓക്സിഡൈസിങ് ഏജന്റ് മനസ്സിലായി, ഇതും ഇന്ധനവും തമ്മിൽ എന്താണ് ബന്ധം, അല്ലെങ്കിൽ ഇന്ധനത്തെ കത്താൻ എങ്ങനെ സഹായിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി, എത്ര ശതമാനം ഉണ്ടെങ്കിലൊക്കെയാണ് കത്തൽ സംഭവിക്കാൻ നിങ്ങൾക്ക് മനസ്സിലായി. അതുപോലെ എന്താണ് താപം എന്താണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി. ആ താപം കൊണ്ട് തന്നെ നമ്മൾ എന്ത് പഠിച്ചു, താപനില എന്താണെന്നും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു. അളക്കാൻ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഇതിന്റെ SI യൂണിറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു. ഈ താപം എങ്ങനെയാണ് തീകത്തലിനെ സ്വാധീനിക്കുന്നത്, അല്ലെങ്കിൽ ഓക്സിജൻ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്, ഇന്ധനത്തിന്റെ പ്രസക്തി എന്താണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഒരു കാര്യം കൂടെ ഉണ്ട്, നമുക്ക് ആ താപത്തിന്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇപ്പം താപത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഒരു വസ്തു, ഇപ്പം നിങ്ങളുടെ മനസ്സിൽ ഒരു എന്താ പറയുക, തുണി എന്നൊരു വസ്തു നിങ്ങൾ എടുത്തു. ഈ തുണി എന്നൊരു വസ്തു കത്തുവാണ് അല്ലെ, അല്ലെങ്കിൽ ഞാൻ പറയണത് നിങ്ങൾ തുണി കത്തിക്കൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ തുണി കത്തണമെങ്കിൽ എന്ത് വേണം, അതിൽ താപം വേണം. ഇപ്പൊ ഉദാഹരണത്തിന് നനഞ്ഞ തുണിയാണെങ്കിൽ എന്ത് ചെയ്യത്തില്ല, അത് കത്തത്തില്ല. നനഞ്ഞ തുണിയാണെങ്കിൽ അത് കത്തത്തില്ല. ഈ തുണി ഉണങ്ങിയതാണെങ്കിൽ അല്ലെങ്കിൽ അതിനകത്ത് ആ ഒരു താപം അല്ലെങ്കിൽ ഈർപ്പം ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ എന്ത് പറ്റും, അത് കത്തും. ഓക്കെ, അപ്പം ഇതാണ് താപം എങ്ങനെ ഒരു തീപിടുത്തത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ ഇനി അടുത്ത് നമുക്ക് ജ്വലനം എന്താണെന്ന് നോക്കാം. അപ്പൊ നമ്മൾ അഗ്നി ത്രികോണം എന്താണ്, അല്ലെങ്കിൽ അതിനകത്തെ ഘടകങ്ങൾ എന്താണെന്ന് പഠിച്ചു. അപ്പൊ ഈ അഗ്നി ത്രികോണങ്ങൾ കൃത്യമായ രീതിയിൽ ലയിക്കുമ്പോഴാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്, ജ്വലനം ലയിക്കുന്നത്. അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ എന്താണ് ജ്വലനം? നമ്മൾ ഈ ക്ലാസ് തുടങ്ങുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മൾ 1-2 എക്സാമ്പിൾ പറഞ്ഞിരുന്നു അല്ലെ. ഒന്ന് എന്താണ്, നമ്മൾ പാചകം ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ കാപ്പി ഇടുന്ന ഒരു ഉദാഹരണം നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ വണ്ടി ഓടിക്കുന്ന അല്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു. ഇവിടെയൊക്കെ സംഭവിക്കുന്നത് എന്താണ്, ജ്വലനം എന്നതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒന്നും വേണ്ട, തീ അല്ലെങ്കിൽ അഗ്നി ഉണ്ടാക്കപ്പെടുന്ന ഒരു ബേസിക് കാര്യത്തെയാണ് എന്തെന്ന് പറഞ്ഞത്, ജ്വലനം എന്ന് പറയുന്നത്. ശരി, അപ്പം നമ്മൾ ജ്വലനം എന്താണെന്ന് നമ്മൾ ഇനി കൃത്യമായിട്ട് നോക്കിയാൽ ഇതൊരു രാസപ്രക്രിയയാണ് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. ജ്വലനം ഒരു രാസപ്രക്രിയ. നമുക്ക് മൂന്നാമത്തെ പോയിന്റ് ആണ്, ജ്വലനം എന്താണ്, ഒരു രാസപ്രക്രിയയാണ്. ഓക്കെ, അപ്പം എന്തുകൊണ്ടാണ് ഈ ജ്വലനത്തെ രാസപ്രക്രിയ എന്ന് പറയുന്നത്? ഇപ്പൊ ഉദാഹരണത്തിന് ഐസ് എന്താക്കുന്നു, വെള്ളമാക്കുന്നു, അല്ലെങ്കിൽ വെള്ളം എന്താക്കുന്നു, നീരാവിയാക്കുന്നു. ഈ ഒരു പ്രവർത്തനത്തിൽ എന്താണ് സംഭവിക്കുന്നത്, ഇതിനകത്തൊരു കെമിക്കൽ ഫോർമുല ഉണ്ട് അല്ലെ, H2 എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഫോർമുല ഉണ്ട്. ഇത് അതേപടി തന്നെ അവിടെ നിൽക്കും. അതുകൊണ്ട് എന്തെന്ന് നമ്മൾ അതിനെ പറയും, നമ്മൾ അതിനെ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയും. എന്നാൽ ഈ ഒരു തീ കത്തൽ സംഭവിക്കുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്, അതിനകത്തുനിന്ന് ഇലക്ട്രോൺസ് നഷ്ടമാവുന്നുണ്ട്. ഓക്കെ, നിങ്ങളിത് കേട്ട് പാനിക് ആവണ്ട, സിമ്പിളായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കത് എക്സാമിനായിട്ട് ഉപകരിക്കില്ല. പക്ഷെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് ജ്വലനത്തെ രാസപ്രക്രിയ എന്ന് പറയുന്നുള്ളൂ. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ജ്വലനം സംഭവിച്ചാൽ അതൊരു രാസപ്രക്രിയയാണ് അവിടെ രൂപപ്പെടുന്നതെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോൺസ് നഷ്ടപ്പെടുന്നുണ്ട്. ഫ്യൂവലിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ധനത്തിൽ നിന്ന് ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ടിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അത് ഓക്സിജൻ എന്നൊരു ഫാക്ടറിലോട്ട് ലയിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ ഒരു തടി കത്തുകയാണ്. ഈ തടി കത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അതിനകത്തുനിന്ന് ഇലക്ട്രോൺസ് നഷ്ടപ്പെടുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അത് ഓക്സിജനുമായിട്ട് ലയിക്കുന്നു അല്ലെ. ഇപ്പൊ കാർബൺ എന്നൊരു ഫാക്ടർ ഈ ഒരു ഫ്യൂവലിൽ നിന്ന് അല്ലെങ്കിൽ തടിയിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ട് എന്ത് ചെയ്യുന്നു, അത് ഓക്സിജനായിട്ട് ലയിക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും, അവിടെ ഈ ഓക്സിജൻ എന്നൊരു ഫോം മാറിയിട്ട് ഈ കാർബൺ ആ ഓക്സിജനിലോട്ട് ലയിക്കുമ്പോൾ അത് കാർബൺ ഡയോക്സൈഡ് ആവും. അപ്പൊ അവിടെ ഓക്സിജൻ എന്നത് എന്താണ് സംഭവിക്കുന്നത്, ഒരു കെമിക്കൽ ചേഞ്ച് ആണ് അവിടെ സംഭവിക്കുന്നത്. അതായത് O2 എന്നുണ്ടായിരുന്ന ആ ഒരു ഫോം മാറിയിട്ട്, അതായത് ഓക്സിജനിലെ O2 എന്നൊരു ഫോം മാറിയിട്ട് അത് CO2 ആയി മാറും. കാർബൺ ഈ ഫ്യൂവലിൽ നിന്ന് എടുത്തിട്ട് അതെന്ത് ചെയ്യും, ഓക്സിജനിലേക്ക് എടുക്കുമ്പോൾ അത് CO2 എന്നൊരു ഫോമിലേക്ക് അത് മാറും. അപ്പൊ അതെന്താണ്, അതൊരു കെമിക്കൽ ചേഞ്ച് ആണ് കേട്ടോ, ഒരു കെമിക്കൽ ചേഞ്ച് ആണ്. അതാണ് എന്ത്, രാസപ്രക്രിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തടിയിലും ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ്. തടിക്കകത്തുള്ള ഒരു കാർബണും നഷ്ടപ്പെടുകയാണ്. അവിടെയും സംഭവിക്കുന്നത് എന്താണ്, കെമിക്കൽ ചേഞ്ച് ആണ്. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്, ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ എന്നുള്ള മറ്റൊരു പേരിലും കൂടെ ഇതിനെ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ അറിയപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞാല് ഓക്സിജൻ എന്നതിന്റെ ഒരു പ്യുവർ ഫോം അവിടെ നഷ്ടപ്പെടുകയാണ്. ഓക്കെ, ഓക്സിജൻ എന്നത് ഇപ്പം എന്തുകൊണ്ടാണ് അതിനെ ഒരു റിഡക്ഷൻ റിയാക്ഷൻ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ, ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ ഒരു ഫ്യൂവല് അല്ലെങ്കിൽ ഈ ഒരു തടിയിലേക്ക് എന്ത് ചെയ്യും, തടിയിലേക്ക് ഈ ഒരു ഓക്സിജൻ സ്വീകരിച്ചിട്ട് എന്ത് ചെയ്യും, അവിടെ നിന്ന് കാർബണിനെ പുറന്തള്ളും. ഈ കാർബൺ എങ്ങോട്ടേക്കാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്, കാർബൺ ഓക്സിജനിലേക്ക് അക്സെപ്റ്റ് ചെയ്യും. ഈ കാർബൺ ഓക്സിജനിലേക്ക് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അത് കാർബൺ ഡൈ ഓക്സൈഡായി മാറും എന്ന് നമ്മൾ പറഞ്ഞു. അതായത് ആ ഓക്സിജൻ എന്നതിന്റെ ക്വാളിറ്റി കുറയും എന്ന് ഓർക്കുക. അപ്പൊ അത് കാർബൺ ഡൈ ഓക്സൈഡ് ആവും.
അന്നേരം അവിടെ എന്ത് സംഭവിക്കും? അവിടെ റെഡ്യൂസ് ആവും, ഓക്സിജൻ റെഡ്യൂസ് ആവും എന്ന് സിമ്പിൾ ആയിട്ട് നമ്മളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. നമ്മൾ സിമ്പിൾ ആയിട്ട് ഓക്സിജൻ റെഡ്യൂസ് ആവും. അതുകൊണ്ട് തന്നെ അതിന് ഓക്സിജൻ എന്തെന്ന് പറയും? ഓക്സിജന്റെ ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു ഇതെല്ലാം പോയിട്ട് അതിനെ അവിടെ റിഡക്ഷൻ സംഭവിക്കും എന്ന് നിങ്ങൾ ഓർത്താൽ മതി. ഓക്കെ, അപ്പം ഈ ഓക്സിജനിൽ സംഭവിക്കുന്നതാണ് എന്ത്? റിഡക്ഷൻ എന്നൊരു കാര്യം. അതുപോലെ ഈ ഫ്യൂവലിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്ത്? ഓക്സിജൻ അക്സെപ്റ്റ് ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ അവിടെയാണ് ഈ ഓക്സിഡേഷൻ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് പറയുന്നത്? ഈ ബേണിങ്ങിനെ പറയുന്ന പേരാണ് ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ എന്ന് നമ്മളവിടെ പറയുന്നത്. ഇതിനെ ഷോർട്ട് ചെയ്തിട്ട് എന്താണ്? റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയും. ഈ റിഡക്ഷന്റെ റിഡ എന്നൊരു ഇതും അതുപോലെ ഓക്സിജന്റെ ആ ഒരു ഓക്സി എന്നൊരു ഫാക്ടറും കൂടെ ചേർത്തിട്ട് അതിനെ എന്തെന്ന് പറയും? അതിനെ റിഡോക്സ് റിയാക്ഷൻ എന്നുകൂടി അതിനെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഓക്സിഡേഷൻ റിഡക്ഷൻ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ തരുവാണെങ്കിൽ ജ്വലനം എന്നത് റിഡോക്സ് റിയാക്ഷൻ ആണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് തന്നെ എന്താണ്? അത് ജ്വലനം ഒരു റിഡോക്സ് റിയാക്ഷൻ തന്നെയാണ്, അല്ലെങ്കിൽ ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ തന്നെയാണ് എന്ന് നിങ്ങൾ അന്നേരം അവിടെ ആ ഒരു ഓപ്ഷനെ അംഗീകരിക്കുക. അതുപോലെ തന്നെ ഇതെന്താണ്? ഇതൊരു കെമിക്കൽ ചേഞ്ച് ആണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു അല്ലെ, ഐസിന്റെ എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞു അത് എന്തുകൊണ്ടാണ് അത് ഫിസിക്കൽ ചേഞ്ച് ആവുന്നതെന്ന്. കെമിക്കൽ ഫോർമുല മാറുന്നുണ്ട്. അപ്പം ഈ ഒരു ബേണിംഗ് നടക്കുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കെമിക്കൽ ഫോർമുല മാറുന്നുണ്ട്. അത് തന്നെ അതൊരു രാസപ്രക്രിയയാണ്, അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ച് ആണ് അവിടെ സംഭവിക്കുന്നതെന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? താപമോചക പ്രവർത്തനം, അല്ലെങ്കിൽ എക്സോതെർമിക് റിയാക്ഷൻ എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ എക്സോതെർമിക് റിയാക്ഷൻ എന്നും നമ്മൾ ഇതിനെ പറയും. എന്തുകൊണ്ടാണ്? ബേണിംഗ് ചെയ്യുന്ന സമയത്ത് ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് നമ്മൾ അതിനെ പറയുന്നത്? എക്സോതെർമിക് റിയാക്ഷൻ അല്ലെങ്കിൽ താപമോചക പ്രവർത്തനം എന്ന് പറയും. അപ്പൊ ജ്വലനം ഒരു താപമോചക പ്രവർത്തനമാണോ എന്ന് ചോദിച്ചാൽ എന്താണ്? ജ്വലനം ഒരു താപമോചക ഒരു പ്രവർത്തനം തന്നെയാണ്. കാരണം എന്താ? അതിൽ നിന്ന് ഹീറ്റ് റിലീസ് ചെയ്യുന്നുണ്ട് അല്ലെ, താപം റിലീസ് ചെയ്യുന്നുണ്ട്. ഒരു വുഡിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഫ്യൂവൽ കത്തുമ്പോൾ അതിൽ നിന്ന് താപം റിലീസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ താപത്തെ മോചിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അതിനകത്ത് കെമിക്കൽ എനർജി, ഇപ്പം നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയിൽ എന്താണ് പറഞ്ഞത്? എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ബട്ട് ക്യാൻ ബി ട്രാൻസ്ഫർഡ് ഫ്രം വൺ ഫോം ടു അനദർ അല്ലെ. അതായത് എന്താ? ഈ എനർജിയെ ഉൽപ്പാദിപ്പിക്കാനോ പറ്റത്തില്ല, നശിപ്പിക്കാനോ പറ്റത്തില്ല. എന്നാൽ ഒരു ഫോമിൽ നിന്ന് അതിനെ ഒരു രൂപത്തിൽ നിന്ന് അതിനെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാം എന്ന് പറയുന്നുണ്ട്. അതായത് ഈ ഒരു ഫ്യൂവലിനകത്ത് കിടക്കുന്ന ഒരു കെമിക്കൽ എനർജിയെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ ഹീറ്റ് എനർജിയിൽ നിന്നും ലൈറ്റ് എനർജിയിൽ നിന്നും ഉള്ള രീതിയിലോട്ട് മാറ്റുന്നുണ്ട്. അപ്പൊ ഇത് ഹീറ്റ് എനർജി ആയിട്ട് ഈ ഒരു കെമിക്കലിനെ റിലീസ് ചെയ്യുന്നുണ്ട്. നമ്മൾ അതിനെ എന്തെന്ന് പറയും? താപമോചക പ്രവർത്തനം എന്ന് നമ്മൾ അതിനെ പറയും, അല്ലെങ്കിൽ എന്താണ്? എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയും. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഒക്കെ മലയാളത്തിൽ എടുക്കുക. അപ്പൊ താപമോചക പ്രവർത്തനം എന്ന് തന്നെയാണ് അത് വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ പഠിച്ചു. അപ്പം ആദ്യത്തെ ആ ഒരു 2 സ്റ്റേറ്റ്മെന്റ് നോക്കി. ഇനി അത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നോക്കി. എന്താണ് ജ്വലനം എന്ന് വെച്ചാൽ? എന്താണ്? ഓക്സിജനുമായി പ്രവർത്തിച്ച് ജ്വലിക്കണമെങ്കിൽ എന്ത് വേണം? സ്വാഭാവികമായിട്ടും ഓക്സിജൻ വേണം. ശരി, ഓക്സിജനുമായി പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഓക്സിഡൈസിങ് ഏജന്റ് വേണം. നമ്മൾ എന്തൊക്കെയാണ് ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് കണ്ടു. അപ്പം ഈ ഒരു ഓക്സിജനുമായി പ്രവർത്തിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അത് താപം റിലീസ് ചെയ്യുന്നുണ്ട്, നമ്മൾ പറഞ്ഞു. അതുപോലെ പ്രകാശം റിലീസ് ചെയ്യുന്നുണ്ട്. ഈ 2 പ്രവർത്തനവും നടക്കുമ്പോൾ അവിടെ എന്താണ് അപ്പൊ സംഭവിക്കുന്നത്? ജ്വലനം സംഭവിക്കുന്നത് അല്ലെ. ജ്വലനം സംഭവിക്കുമ്പോൾ ഇപ്പൊ എങ്ങനെയാണ്? ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് താപവും പ്രകാശവും പുറപ്പെടുവിക്കുന്നുണ്ട്. അതപ്പോ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇപ്പം ചില സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ശബ്ദവും പുറപ്പെടുവിക്കുന്നുണ്ട്. അത് ചില സന്ദർഭങ്ങളിൽ മാത്രമാണ്. ഇപ്പം നമുക്ക് പറയാം സ്ഫോടനാത്മക റിയാക്ഷൻ, അല്ലെങ്കിൽ സ്ഫോടനാത്മക ജ്വലനം എന്നൊക്കെ നമുക്ക് പറയാം. എക്സ്പ്ലോസീവ് കമ്പസ്റ്റൻ അല്ലെങ്കിൽ സ്ഫോടനാത്മക ജ്വലനം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? സ്ഫോടനം സംഭവിക്കുകയാണ്, ഒരു വലിയ ഒരു സ്ഫോടനം സംഭവിക്കുന്നു. ഇപ്പൊ ക്രോണിക് ബാച്ചുലർ സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. എന്താണ്? ഇന്നസെന്റും ഒക്കെ കയറി ഓടി ഒരു കടയിലോട്ട് കയറുന്നു, ഒരു പടക്കക്കടയിലോട്ട് കയറുന്നു. അവരവിടുന്ന് ആ സമയത്ത് അവിടെ വലിയൊരു സ്ഫോടനം നടക്കും. ഭയങ്കര ശബ്ദവും എന്താണ്? പുകയും ലൈറ്റും ഇതെല്ലാം വരുന്നുണ്ട് അല്ലെ. താപം നമുക്ക് കാണാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമുക്ക് അതല്ല, പക്ഷെ അതും എല്ലാം അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതെന്താണ്? സ്ഫോടനാത്മക ജ്വലനമാണ്. ഒന്നും വേണ്ട, ഇന്നാള് നമ്മുടെ ഒരു എയർ ഇന്ത്യ അപകടത്തിൽപ്പെട്ട ഒരു സമയം അതിനകത്ത് നമ്മൾ കാണുന്നുണ്ട് അല്ലെ. എയർ ഇന്ത്യ വന്ന് ലാൻഡ് ചെയ്യുന്ന ആ ഒരു, അല്ലെങ്കിൽ ഇടിച്ചിറക്കുന്ന ഒരു ടൈമിൽ എന്ത് ചെയ്യുന്നത്? സ്ഫോടനം സംഭവിക്കുകയാണ് അല്ലെ. അവിടെ എന്താ? ഒരു ഭയങ്കര ലൈറ്റും അല്ലെങ്കിൽ ശബ്ദവും ഇതെല്ലാം നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതിനാണ് എന്തെന്ന് പറഞ്ഞത്? സ്ഫോടനാത്മക ജ്വലനം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ സ്ഫോടനാത്മക ജ്വലനമാണ് സംഭവിക്കുന്നതെങ്കിൽ താപവും പ്രകാശവും മാത്രമല്ല, ആ കൂടെ ശബ്ദോർജവും അവിടെ പുറപ്പെടുവിക്കുന്നുണ്ടെന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർക്കുക.
അതുപോലെ നമുക്ക് ആ കൂടെ തന്നെ നമ്മൾ പറയേണ്ട കാര്യമാണ് ജ്വലനം സംഭവിക്കുമ്പോൾ വരുന്നതാണ് എന്ത് എക്സോസ്റ്റ് എന്നൊരു ഫാക്ടർ ഉണ്ട്. അതായത് ഈ ജ്വലനത്തിന്റെ ഫലമായിട്ട് ബൈ പ്രോഡക്റ്റ് അവിടെ ഫോം ചെയ്യുന്നുണ്ട് അല്ലെ. ജ്വലിക്കുന്ന എല്ലാ വസ്തുവും എന്ത് നൽകുന്നുണ്ടെന്നാണ് പറഞ്ഞത്? ജ്വലിക്കുന്ന എല്ലാ വസ്തുവും അതിൽ നിന്ന് നീരാവി പുറപ്പെടുവിക്കുന്നുണ്ട്. ശരി, അപ്പൊ അവിടെ എന്തുണ്ട്? H2O അതിൽ നിന്ന് വരുന്നുണ്ട്. ജ്വലിക്കുന്ന എല്ലാ വസ്തുവും നീരാവി പുറപ്പെടുവിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ എന്താണ് സംഭവിക്കുന്നത്? നീരാവി മാത്രമല്ല, കാർബൺ ഡൈ ഓക്സൈഡും പുറപ്പെടുവിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞല്ലേ ഓക്സിഡേഷൻ റിഡക്ഷൻ, നമ്മൾ ആ ഒരു കാര്യം പറഞ്ഞ സമയത്ത് നമ്മൾ എന്ത് പറഞ്ഞു? ഓക്സിജൻ ഇതിൽ നിന്ന്, അതായത് ഈ ഫ്യൂവലിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? കാർബൺ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താണ് അവിടെ സംഭവിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡും കൂടെ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനെയാണ് എന്തെന്ന് പറഞ്ഞത്? എക്സോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് പൂർണ്ണ ജ്വലനമാണ് സംഭവിക്കുന്നതെങ്കിൽ, ഇപ്പൊ ജ്വലനം വേറെ രണ്ട് തരത്തിൽ നമുക്ക് പറയാം. പൂർണ്ണ ജ്വലനം എന്ന് പറയാം, അപൂർണ ജ്വലനം എന്ന് പറയാം. അപ്പൊ പൂർണ്ണ ജ്വലനമാണ് സംഭവിക്കുന്നതെങ്കിലാണ് എന്ത് സംഭവിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നത്. പക്ഷേ ഈ ജ്വലനം ഒരു അപൂർണ ജ്വലനമാണെന്ന് ഇരിക്കട്ടെ, അപൂർണ ജ്വലനമാണ് സംഭവിക്കണമെങ്കിൽ അവിടെ ഫോം ചെയ്യുന്നതാണ് എന്ത്? കാർബൺ മോണോക്സൈഡ്. കേട്ടോ, കാർബൺ മോണോക്സൈഡ് ആണ് അപൂർണ ജ്വലനത്തില് അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരിക, അല്ലെങ്കിൽ അതിന്റെ എക്സോസ്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, പൂർണ്ണ ജ്വലനമാണെങ്കിലാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ ഇതൊക്കെ വരുന്നത് ഏതിലാണ്? പൂർണ്ണ ജ്വലനത്തിലാണ്. ഓക്കെ, കാർബൺ മോണോക്സൈഡ് വരുന്നത് അപൂർണ ജ്വലനത്തിലാണ് എന്നൊരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കുക. അപ്പൊ ഇപ്പൊ നിങ്ങൾ പൂർണ്ണ ജ്വലനം എന്താണെന്ന് കണ്ടു, അതുപോലെ തന്നെ അപൂർണ ജ്വലനം എന്താണെന്ന് കണ്ടു. ഇപ്പൊ ഉദാഹരണത്തിന് ഒന്നും വേണ്ട, ഇപ്പം സൾഫർ പൂർണ്ണജ്വലനം സംഭവിക്കുകയാണെങ്കിൽ അവിടെ എന്താണ് അതിന്റെ റിസൾട്ട്? എന്താണ്? സൾഫർ ഡൈ ഓക്സൈഡ്. കേട്ടോ, സൾഫർ ഡൈ ഓക്സൈഡ്. ഇപ്പൊ ചില മരങ്ങളൊക്കെ കത്തുമ്പോൾ അതിൽ നിന്ന് ഒരു ചെറിയ രീതിയിൽ സൾഫറിന്റെ കണ്ടന്റ് ഒക്കെ ഉണ്ടാവും. ഇപ്പൊ ഒന്നും വേണ്ട, ഇൻഡസ്ട്രിയൽ ഏരിയ നിൽക്കുന്ന ഒരു മരമാണെങ്കിൽ അത് കത്തുമ്പോൾ എന്ത് സംഭവിക്കും? അതിൽ നിന്ന് സൾഫറിന്റെ ചെറിയൊരു റിലീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് വരുമ്പോൾ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമല്ല, അതിന്റെ കൂടെ സൾഫർ ഡൈ ഓക്സൈഡും റിലീസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾ പൂർണ്ണജ്വലനം നിങ്ങൾ കണ്ടു, അപൂർണ ജ്വലനം നിങ്ങൾ കണ്ടു, അതായത് അതിനകത്തുനിന്ന് കാർബൺ മോണോക്സൈഡ് ആണ് റിലീസ് ചെയ്യുന്നതെന്ന് കണ്ടു. അതുപോലെ എന്താണ് നിങ്ങൾ കണ്ടത്? സ്ഫോടനാത്മക ജ്വലനം എന്താണെന്ന് കണ്ടു. ഇനി മറ്റ് രണ്ട് തരത്തിലുള്ള ജ്വലനം ഉണ്ട്, അതും കൂടെ നിങ്ങളോടൊന്ന് പറഞ്ഞു തരാം. അതായത് ദ്രുതചലനം എന്ന് പറയാം, റാപ്പിഡ് കമ്പസ്റ്റൻ. അതുപോലെ തന്നെ സ്വാഭാവിക ചലനം അഥവാ സ്പോണ്ടേനിയസ് കമ്പസ്റ്റൻ. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം, എന്തെങ്കിലും രീതിയിൽ എക്സാമിന് ചോദിച്ചാൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെട്ടേക്കാം. ഓക്കെ, അപ്പം ദ്രുതചലനം എന്ന് വെച്ചാൽ എന്താ? പെട്ടെന്ന് തീ പിടിക്കുന്നു എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥമുള്ളൂ. ഇപ്പൊ ഒന്നും വേണ്ട, രാവിലെ നമ്മൾ ഗ്യാസ് കത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പാചകം ചെയ്യാനായിട്ട് ഗ്യാസ് ഒക്കെ കത്തിക്കുന്നത് ഇത് എന്തിന്റെ ഭാഗമാണ്? അത് ദ്രുതചലനത്തിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ മെഴുകുതിരി കത്തുന്നുണ്ട് അല്ലെ, പെട്ടെന്ന് തന്നെ അത് കത്ത് പിടിക്കുന്നുണ്ട്. അതുപോലെ ആ കത്ത് നിലനിൽക്കണം, അതിന് ഇന്ധനം കത്തിത്തീരുന്നവരത് കത്തുന്നുണ്ട്. അപ്പൊ ഇതെന്താണ്? ഇതൊക്കെ ഒരു ദ്രുതചലനത്തിന്റെ ഉദാഹരണമാണ്. ഇപ്പൊ ഈ സ്വാഭാവിക ചലനം അഥവാ സ്പോണ്ടേനിയസ് കമ്പസ്റ്റൻ ഇതൊക്കെയാണ് നടക്കണമെങ്കിൽ എന്താണ് അവിടുത്തെ പ്രത്യേകത? എന്താണ്? അവിടെ തീ അല്ലെങ്കിൽ ഒരു വസ്തു ജ്വലനത്തിന് വിധേയമാകുന്നത് എന്താണ്? പുറത്തുനിന്നുള്ള ഒരു എനർജിയുടെ സഹായത്തോട് കൂടി ആയിരിക്കില്ല, അത് ഒറ്റയ്ക്കായിരിക്കും കത്തുന്നത് അല്ലെ. ഒറ്റയ്ക്ക് അടിച്ചു കയറി വരുന്നവനട എന്നൊക്കെ പറഞ്ഞാൽ ഒറ്റയ്ക്കായിരിക്കും ഇത് കത്തുന്നത്. ഇപ്പൊ ഉദാഹരണം പറയുന്നത് ഫോസ്ഫറസ്. കേട്ടോ, ഫോസ്ഫറസ് ഇതെന്താണ് ചെയ്യുന്നത്? ഇത് സ്റ്റോർ ചെയ്യുന്നത് എപ്പോഴും വെള്ളത്തിലായിരിക്കും. എന്തുകൊണ്ടാണ് വെള്ളത്തിൽ സ്റ്റോർ ചെയ്യുന്നത്? ഈ ഫോസ്ഫറസ് പുറത്തെടുത്തു കഴിഞ്ഞാൽ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് തന്നെ ഹീറ്റ് ഉണ്ടാവും, അത് പയ്യെ അത് കത്തി തുടങ്ങും. ഓക്കെ, ഇതുകൊണ്ടാണ് അതിനെ എന്ത് ചെയ്യുന്നത്? വെള്ളത്തിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ ഫോസ്ഫറസ് ഇതിന് ഒരു ഉത്തമമായിട്ടൊരു ഉദാഹരണമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ചോദ്യമുണ്ട്, ആ ചോദ്യം നമുക്ക് നോക്കാം. ഇതിന്റെ ഉത്തരം ഇനി നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും, ഞാൻ ഗ്യാരണ്ടി തരാം. ഓക്കെ, നമുക്ക് ആ ചോദ്യത്തിലോട്ട് നമുക്കൊന്ന് പോവാം. അപ്പൊ ഇതാണ് ചോദ്യം. താഴെ പറയുന്നവയിൽ ഫയർ ട്രയാങ്കിൾ കൺസെപ്റ്റിൽ ഉൾപ്പെടാത്ത ഘടകം ഏത്? നിങ്ങൾ നോക്കിയേ, ഫയർ ട്രയാങ്കിൾ എന്തൊക്കെയുണ്ട്? നമ്മൾ ഇപ്പം നമുക്ക് അതിന്റെ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഓക്സിജൻ, ഇന്ധനം, താപം, ജലം. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും അല്ല. നമ്മൾ ഫയർ ട്രയാങ്കിൾ കൃത്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് എന്തുണ്ട്? ഈ ഫയർ ട്രയാങ്കിളിനകത്ത് എന്തൊക്കെ വരണം നമ്മൾ പറഞ്ഞിരുന്നു. ഏറ്റവും താഴെ ഇന്ധനം വരണം, ഓക്സിജൻ വരണം, അതുപോലെ എന്ത് വരണം? താപം വരണം. ഈ 3 ഫാക്ടർ വരണം. ഇത് കൂടാതെ എന്താണ്? ജലമാണ് ഉള്ളത്. ഓക്കെ, അപ്പം ജലം ആണ് ഇതിനകത്ത് ഈ ഒരു ഫയർ ട്രയാങ്കിൾ കൺസെപ്റ്റിൽ ഉൾപ്പെടാത്തത്. കാരണം ജലം ഒഴിക്കുമ്പോൾ തീ കത്തുവാണ്, ആ തീ കത്തുമ്പോൾ നമ്മൾ അവിടെ ജലം ഒഴിക്കുന്നു, എന്ത് ചെയ്യും? തീ കെടുവാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു പ്രോസസ്സ് നമുക്ക് കൂളിംഗ് എന്ന് നമുക്ക് പറയാം. ഇപ്പം നമ്മളാണെങ്കിലും, നമ്മൾ ഫയർമാൻ ഒന്നും ആയിട്ടില്ലെങ്കിലും, നമ്മൾ എന്താണ്, നമുക്ക് ഇതിനെപ്പറ്റി എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും നമ്മളൊക്കെ ഈ തീ ഇടുന്ന സമയത്ത്, നമ്മൾ വേസ്റ്റ് ഒക്കെ കത്തിക്കുന്ന സമയത്ത് തീ ഇടുന്നു, തീ പടരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എങ്ങാനും പടർന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഒരു ബക്കറ്റ് വെള്ളമായിട്ട് ഓടി ആ പടരുന്ന തീയിലേക്ക് നമ്മൾ ഒഴിക്കുക ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഈ താപം കെടുവാണ് ചെയ്യുന്നത്. അതിനകത്ത് താപം എന്നൊരു കാര്യത്തെ നമ്മൾ അവിടെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ തീയല്ല ശരിക്കും പറഞ്ഞാൽ കെടുത്തുന്നത്, നമ്മൾ തീ കെടുത്തുക എന്ന് പറയും, പക്ഷെ നമ്മൾ ശരിക്കും താപത്തെയാണ് അവിടെ ഓഫ് ചെയ്യുന്നത്. ഇതിനകത്ത് ഒരു ഫാക്ടർ മാറ്റി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ഒരു ഫയർ ട്രയാങ്കിളിനകത്ത് ഏതെങ്കിലും ഒരു ഫാക്ടർ മാറ്റി കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ആ ഒരു ഫ്യൂവൽ മാറ്റുക, അല്ലെങ്കിൽ ആ ഒരു ഇന്ധനം മാറ്റുക,
അതിന് സ്റ്റാർവേഷൻ എന്നൊരു പേര് പറയും. നമ്മളിതൊക്കെ വിശദമായിട്ട് ചർച്ച ചെയ്യാം. അതിന് സ്റ്റാർവേഷൻ എന്നൊരു പേര് പറയും. ഇത് സംഭവിച്ചാൽ എന്ത് ചെയ്യും? തീ കെടും. അതുപോലെ എന്താ, ഓക്സിജൻ നമ്മൾ ഇല്ലാതാക്കുക. ഈ ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഒക്കെ ഇല്ലേ, അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, അവിടെ ഓക്സിജൻ എന്നൊരു ഘടകം ഇല്ലാതാവും, അന്നേരം തീ കെടും. അതുപോലെ തന്നെ വെള്ളം കോരി ഒഴിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അവിടെ കൂളിംഗ് എന്നൊരു കാര്യമാണ് സംഭവിക്കുന്നത്. ഹീറ്റ് എന്നൊരു ഫാക്ടർ നമ്മൾ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അവിടെ തീ കെടുകയാണ് ഉണ്ടാവുന്നത് കേട്ടോ. അപ്പം ജലം ഉപയോഗിക്കുന്നത് തീ കെടുത്താനാണ്. ഓക്കെ, യെസ്, നമ്മുടെ ഉത്തരം കറക്റ്റ് ആണ്. അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ജ്വലന ത്രികോണം പ്രകാരം ജ്വലനം നടക്കാൻ ആവശ്യമായ ഘടകങ്ങൾ, നടക്കുന്നതിന് ആവശ്യമായ ഘടകങ്ങൾ ചുവടെ ചേർക്കുന്നവയിൽ ഏതൊക്കെയാണ്? അപ്പം ജ്വലനം നടക്കാൻ എന്തൊക്കെ വേണം എന്ന് നമുക്ക് താഴെ ഉള്ള ഒരു ഇത് നോക്കാം. ഓപ്ഷൻസ് നോക്കിയിട്ട് നമുക്ക് ഉത്തരത്തിലോട്ട് വരാം. നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന ഉത്തരമാണ്, നിങ്ങൾക്ക് തന്നെ കിട്ടുന്ന ഉത്തരമാണ്. ഇപ്പൊ നിങ്ങൾക്ക് പലർക്കും ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ എന്താ, താപം, അതുപോലെ കാർബൺ ഡയോക്സൈഡ്, ഓക്സിജൻ, ഇന്ധനം. ജ്വലന ത്രികോണ പ്രകാരം ജ്വലനം നടക്കുന്നതിന് ആവശ്യമായ ഘടകങ്ങൾ അല്ലെ. കാർബൺ ഡയോക്സൈഡ് കൊടുത്താൽ എന്താണ് പറ്റുന്നത്? നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് 16% എങ്കിലും ഏറ്റവും മിനിമം ഓക്സിജൻ ഉണ്ടെങ്കിലാണ് എന്ത് സംഭവിക്കുന്നത്, തീപിടുത്തം നടക്കുന്നത്. അത് തന്നെ, തീ പിടുത്തം നടക്കുന്നത്. 21% അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. ഓക്കെ, അപ്പം ഇതിനകത്ത് ഈ ഒരു താപം, ഓക്സിജൻ, ഇന്ധനം, ഈ 3 ഘടകം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, തീ പിടിക്കും. അപ്പൊ കാർബൺ ഡയോക്സൈഡ് ഇട്ടാൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്, അവിടെ തീ കെടുകയാണ് സംഭവിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഉത്തരം നമുക്ക് നോക്കാം. ഏതാണ്? ബി ആണ് അതിന്റെ ഉത്തരം വരുന്നത്. 1, 3, 4. താപം നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ, താപം, ഓക്സിജൻ, ഇന്ധനം, ഈ 3 വരുമ്പോൾ എന്ത് സംഭവിക്കും, തീപിടുത്തം സംഭവിക്കും. അപ്പൊ നിങ്ങളിപ്പം ഫയർ ട്രയാങ്കിൾ എന്നൊരു കൺസെപ്റ്റ് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് പിടികിട്ടി എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഈ ഫയർ ട്രയാങ്കിളുമായിട്ട് ചേർന്ന് വരുന്ന ഒരു ഘടകം കൂടി ഉണ്ട്. അതിന്റെ പേരാണ് എന്ത്, ഫയർ ടെട്രാഹെഡ്രൺ. പേര് കേട്ടപ്പോൾ ഒന്ന് ഞെട്ടിയല്ലേ? പേര് കേട്ടാൽ ഞെട്ടാനൊന്നുമില്ല, വളരെ സിമ്പിൾ ആണ്, വളരെ പാവമാണ്. ചില തീയൊക്കെ കൂട്ടും അല്ലെങ്കിൽ എന്നാ തീ പടർത്തും എന്നൊക്കെ ഉള്ളൂ, പക്ഷെ നമുക്ക് പഠിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ്. അതായത് ഇപ്പം നമ്മൾ നേരത്തെ കണ്ട ഹീറ്റ് ഉണ്ട്, ഫ്യൂവൽ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ഇതിന്റെ കൂടെ തന്നെ എന്തും കൂടെ വരുന്നുണ്ട്, ഒരു കെമിക്കൽ ചെയിൻ റിയാക്ഷൻ കൂടെ ഇതിന്റെ കൂടെ വരുന്നുണ്ട്. കെമിക്കൽ ചെയിൻ റിയാക്ഷൻ പേടിക്കാനൊന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. അതായത് ഒരു ഘടകം അല്ലെങ്കിൽ എന്താണ്, എന്തും ആയിക്കോട്ടെ, തീ പിടിക്കുന്നു, ഒരു സംഭവത്തിൽ തീ പിടിക്കുന്നു, തടിയാവാം, എന്തുവാവാം, തീ പിടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അവിടെ ഓൾറെഡി ചെറിയ രീതിയിൽ ഒരു മൈന്യൂട്ട് വൈബ്രേഷൻ എപ്പോഴും ഒരു പദാർത്ഥത്തിലുണ്ട്. ഒരു പദാർത്ഥത്തിൽ എപ്പോഴും തന്മാത്രകൾക്ക് ചെറിയ രീതിയിലുള്ള ഒരു വൈബ്രേഷൻ ഉണ്ട്. എന്നാൽ ഈ വൈബ്രേഷൻ കൂടിയിട്ട് അവിടെ എന്ത് സംഭവിക്കും, ഒരു വിഘടനം സംഭവിക്കും. ഓക്കെ, അതിനകത്ത് ഒരു കമ്പോണൻസിന് ഒരു വിഘടനം സംഭവിച്ചിട്ട് ഒരു ഫ്രീ റാഡിക്കൽസ് അവിടെ ഫോം ചെയ്യും. ഈ ഫ്രീ റാഡിക്കൽസിന്റെ പ്രത്യേകത എന്താ, അവരങ്ങ് ഓടി നടന്ന് ഈ തീ മൊത്തം അങ്ങ് പടർത്തും, അല്ലെങ്കിൽ താപം കൂട്ടുമ്പോൾ എന്ത് പറ്റും, ഈർപ്പം കെടുമ്പോൾ എന്ത് സംഭവിക്കും, തീ പിടിക്കും. ഇതാണ് സംഭവം. അപ്പൊ അവിടെ ഒരു കെമിക്കൽ ചെയിൻ റിയാക്ഷൻ എന്നൊരു ഫാക്ടർ കൂടെ അവിടെ ആഡ് ചെയ്യുമ്പോൾ അതിനെ പറയുന്ന പേരാണ് എന്ത്, ഫയർ ടെട്രാഹെഡ്രൺ. അത്രേ ഉള്ളൂ. അപ്പം ഫയർ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ ജ്വലനം സംഭവിക്കാനും ജ്വലനം നിലനിർത്താനുമാണെങ്കിൽ ഈ ഫയർ ടെട്രാഹെഡ്രൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ തീപിടുത്തത്തെ പടർത്താൻ വേണ്ടിയാണ് പുള്ളി ശ്രമിക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ നേരത്തെ ഒരു 2-3 വർഷം മുമ്പ് കൊച്ചിയിൽ ഒരു തീപിടുത്തം ഉണ്ടായ കാര്യം നമ്മൾ അറിഞ്ഞു അല്ലെ. വേസ്റ്റുകളെല്ലാം കൂട്ടിയിട്ട് അവിടെ തീപിടുത്തം നടക്കുന്ന കാര്യം നമ്മൾ അറിഞ്ഞു. ഈ തീപിടുത്തം സ്പ്രെഡ് ആവുന്നത് എങ്ങനെയാണ്, ഇതേ ഫാക്ടർ കൊണ്ടിട്ടാണ് കേട്ടോ. കെമിക്കൽ ചെയിൻ റിയാക്ഷൻ എന്നൊരു ഫാക്ടർ കൊണ്ടാണ് തീ പടരുന്നത്. അതുപോലെ കാട്ടുതീ ഉണ്ടാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, കാട്ടുതീ ഉണ്ടാവുന്നു, ആ തീ മറ്റൊരു സ്ഥലങ്ങളിലേക്കെല്ലാം പിന്നെ സ്പ്രെഡ് ആവുകയാണ്. അതിന് ഒരുപാട് ഫാക്ടേഴ്സ് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതായത് കാറ്റിന്റെ ദിശ, ഇതെല്ലാം അതിനെ ഇൻഫ്ലുവൻസ്, ഈർപ്പം, കാറ്റിന്റെ ദിശ, ഇതെല്ലാം അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ കൂടെ തന്നെ എന്താണ്, കെമിക്കൽ ചെയിൻ റിയാക്ഷന്റെ ഒരു ഘടകം കൂടെ വരുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു, ഈ ഒരു കാട്ടുതീ സ്പ്രെഡ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പം ഫയർ ടെട്രാഹെഡ്രൺ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുത്ത ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അപ്പം നിങ്ങൾ പേടിക്കേണ്ട സമയം ഒരു ഇച്ചിരി കൂട്ടിയിട്ടുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷെ നമ്മൾ 2-3 ക്വസ്റ്റ്യനും കൂടി ഉള്ളൂ. ഇനി നമുക്കൊന്നും കൺസെപ്റ്റ് പഠിക്കാനില്ല, ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങളെ ഈ ഒരു എപ്പിസോഡ്, ഈ ഒരു ക്ലാസ്സിൽ, ഈ ഒരു പാർട്ടിൽ നിന്ന് നിങ്ങളെ ഫ്രീ ആക്കാം. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ ഇതാണ്, താഴെ പറയുന്നവയിൽ കത്താൻ സഹായിക്കുന്ന വാതകം ഏത്? ഹൈഡ്രജൻ, നൈട്രജൻ, ആർഗൺ, ഓക്സിജൻ. അപ്പൊ ഇതിൽ ഏത് വാതകമായിരിക്കും കത്താനായിട്ട് സഹായിക്കുന്നത്? പലരും ഇപ്പം ഹൈഡ്രജൻ എന്നൊരു ഓപ്ഷൻ പലരും പറഞ്ഞിട്ടുണ്ട്. ശരി, അത് കത്തുന്ന വാതകമാണ് കേട്ടോ. ഹൈഡ്രജൻ സ്വയമായിട്ട് കത്തുന്നതാണ്, കത്താൻ സഹായിക്കുന്നതല്ല.
ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അവിടെ ഒരു നിങ്ങൾ ചിന്തിച്ചത് എങ്ങനെയാണ് തെറ്റുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഹൈഡ്രജൻ എന്ന് പറയുന്നത് കത്തുന്ന ഒരു വാതകമാണ്, അത് സ്വയം കത്തുവാണ്. ഇപ്പം നമ്മൾ റോക്കറ്റിലൊക്കെ എന്ത് ചെയ്യുന്നു, ഹൈഡ്രജൻ ഫ്യൂവലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അത് സ്വയം അത് ഫ്യൂവലായിട്ടാണ് ഉപയോഗിക്കുന്നത്. അവിടെ ഓക്സിഡൈസിങ് ഏജന്റ് വേറെയാണ്, ലിക്വിഡ് ഓക്സിജൻ ആണ്. അപ്പം ഹൈഡ്രജൻ സ്വയം കത്തുന്നതാണ്, അതുകൊണ്ട് അത് ഓപ്ഷനിലല്ല, അത് അല്ല ഉത്തരം വരുന്നത്. അടുത്ത നമുക്ക് നൈട്രജൻ നമുക്ക് നോക്കാം. നൈട്രജൻ എന്നൊരു കാര്യം അവിടെ വരുന്നുണ്ട്. അപ്പം എന്താ നൈട്രജന്റെ പ്രത്യേകത എന്താണ്? നൈട്രജൻ എന്ന് പറഞ്ഞത് എന്നാ ഒരു ഉത്കൃഷ്ടവാതകം എന്നൊക്കെ പറയും അല്ലെ. ഇനേർട്ട് ഗ്യാസ്, നോബിൾ ഗ്യാസ്, ഉത്കൃഷ്ടവാതകം എന്നൊക്കെ പറയും. അതായത് ഇത് എന്താണ് കത്താൻ സഹായിക്കുന്നതല്ല, കത്തുന്നതിനെ കെടുത്താൻ സഹായിക്കുന്ന ഒരു വാതകമാണ് ഈ ഒരു നൈട്രജൻ എന്ന് പറയുന്നത്. അതായത് ഇത് കത്താൻ ഒരു രീതിയിലും ഇത് സഹായിക്കത്തില്ല, നിഷ്ക്രിയ വാതകം എന്നും ഒക്കെ ഇതിനെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആർഗൺ എന്നൊരു ഫാക്ടർ വരുമ്പോഴും ആർഗണും ഈ നൈട്രജനെ പോലെ തന്നെ നോബിൾ ഗ്യാസ് ആണ്, നിഷ്ക്രിയ വാതകമാണ്. അതും എന്താണ് കത്തുന്നില്ല, കത്താൻ സഹായിക്കുന്ന ഒരു വാതകമല്ല. അടുത്താണ് ഓക്സിജൻ. നമുക്കറിയാം അല്ലെ, നമ്മൾ പലതവണ നമ്മൾ പഠിച്ചു 16% ഏറ്റവും മിനിമം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, കത്തൽ സംഭവിക്കും നമ്മൾ പറഞ്ഞു. അപ്പം ഓക്സിജൻ ആണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അതായത് താഴെ പറയുന്നവയിൽ അഗ്നിശമന പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏത്? താഴെ പറയുന്നവയിൽ അഗ്നിശമന പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏത്? അതായത് തീ പിടിച്ചാൽ ആ തീ കെടുത്താനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാതകം. ഇത് നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ എന്താണ് നമുക്ക് ഇതിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, ആ ഓപ്ഷൻ അവിടെ നിൽക്കട്ടെ. അടുത്ത ഓക്സിജൻ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഓക്സിജൻ ആണെങ്കിൽ തീപിടുത്തം കൂട്ടത്തേ ഉള്ളൂ കേട്ടോ. അതിനെ പ്രവർത്തനത്തിന്, അഗ്നിശമന പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നില്ല. അതായത് അഗ്നിശമന, തീ കെടുത്താനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാതകമല്ല, തീ കത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാതകമാണ് എന്ത്? ഓക്സിജൻ. അതുപോലെ തന്നെ നമ്മൾ അസറ്റലിൻ എന്ന് പറഞ്ഞാലും എന്താണ്, അതും ഈ വെൽഡിങ് അതുപോലെയുള്ള പർപ്പസുകൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാതകമാണ് ഈ അസറ്റലിൻ. അതും അപ്പൊ എന്താണ് ചെയ്യുന്നത്? തീപിടുത്തം കൂട്ടുവാണ്. ഇൻഡസ്ട്രിയൽ പർപ്പസിലൊക്കെ ഈ ഉപയോഗിക്കുന്നതാണ്, കത്താനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാതകമാണ് അസറ്റലിൻ. അതും ആ രീതിയിൽ കൂട്ടുകയാണ്. ഹൈഡ്രജൻ നമ്മൾ കണ്ടു, സ്വയം കത്തുന്ന ഒരു വാതകമാണെന്ന് നമ്മൾ ഹൈഡ്രജനിൽ നമ്മൾ കണ്ടു. ഹൈഡ്രജൻ വെച്ച് എന്താണ്? അത് സ്വയം കത്തുന്ന ഒരു എലമെന്റ് ആണ്. അപ്പം അതെന്താണ്? അതുമല്ല ഉത്തരം. അപ്പോൾ ഉത്തരം വരുന്നത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി നമ്മൾ നേരത്തെ നോക്കാം, അന്തരീക്ഷ വായുവിൽ ഓക്സിജന്റെ അളവ് എത്ര ശതമാനമാണ്? 21%. നമ്മൾ പലതവണ നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ നമ്മൾ പറഞ്ഞു 21% അന്തരീക്ഷ വായുവിൽ ഓക്സിജന്റെ അളവ്. ഓക്കെ, കത്താനായിട്ടാണ് ഏറ്റവും മിനിമം വേണ്ട 16%. അപ്പൊ നമ്മൾ കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തതാണ്, താഴെ പറയുന്നവയിൽ ശ്വസിച്ചാൽ ഏറ്റവും അപകടകരമായത് ഏത്? താഴെ പറയുന്നവയിൽ ശ്വസിച്ചാൽ ഇപ്പൊ പലതും അപകടകരമായിരിക്കാം, പക്ഷെ അതിൽ ഏറ്റവും അപകടകരമായത് ഏത് എന്നതാണ് അതിൻ്റെ ഒരു ചോദ്യം വരുന്നത്. അപ്പം ഓപ്ഷൻ ഏതൊക്കെയാണ്? നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, ഇത്രയും ഇതിൽ തന്നിട്ടുണ്ട്. ഇതിൽ നൈട്രജൻ എന്നാണ്. നൈട്രജൻ അപകടമാണ്. നൈട്രജൻ ശ്വസിച്ചാൽ തീർച്ചയായിട്ടും അപകടം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് കളറോ അല്ലെങ്കിൽ സ്മെല്ലോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അത് ശ്വസിച്ചാൽ അത് ലങ്സിന് അല്ലെങ്കിൽ ശ്വാസതടസ്സം പോലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാനുള്ള പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ ഓപ്ഷൻ അവിടെ നിൽക്കട്ടെ. പിന്നെ എന്ത് വരുന്നുണ്ട്? പിന്നെ ഓക്സിജൻ വരുന്നുണ്ട്. ഓക്സിജൻ ശ്വസിച്ചാൽ എന്ത് പറ്റും? നമ്മളെ പോലെ സുഖമായിട്ട് ജീവിച്ചിരിക്കും അല്ലേ? ശരി. അപ്പം ഓക്സിജൻ അതിൻ്റെ ഒരു ഓപ്ഷനേ അല്ല. പിന്നെ എന്ത് വരുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, കാർബൺ മോണോക്സൈഡ് ഉണ്ട്. അപ്പൊ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ ഏറ്റവും അപകടകരമായത് ഏതാണ്? ഇത് രണ്ടിലും ഏറ്റവും അപകടകരമായത് കാർബൺ മോണോക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് അല്ല, അതിലും അപകടകരമായത് കാർബൺ മോണോക്സൈഡ് ആണ്. അപ്പൊ നൈട്രജൻ, കാർബൺ മോണോക്സൈഡ് എടുത്താലും അതിൽ ഏറ്റവും അപകടം ഇത് തന്നെയാണ്. വിഷവാതകം എന്നൊക്കെ പറഞ്ഞത് കാർബൺ മോണോക്സൈഡ് തന്നെയാണ്. ഓക്കെ, നൈട്രജൻ ഇൻഡസ്ട്രിയൽ പർപ്പസിൽ പല കാര്യങ്ങളിലും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, പക്ഷെ കാർബൺ മോണോക്സൈഡിന്റെ കേസ് എടുത്ത് എന്താണ്, നമ്മൾ ഒരു കാര്യങ്ങൾക്കും അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു സാധനമല്ല ഈ ഒരു കാർബൺ മോണോക്സൈഡ്. അത് ശ്വസിച്ചാൽ അത് ഇപ്പം എന്താണ്, നമുക്ക് ശ്വാസതടസ്സം മാത്രമല്ല കാർസിനോജനിക് എന്ന് തന്നെ പറയും. ക്യാൻസർ ഉണ്ടാക്കാനൊക്കെ കാരണക്കാരായിട്ടുള്ള ഒരു വാതകം കൂടെയാണ്. അപ്പൊ ഏതാണ്? കാർബൺ മോണോക്സൈഡ് ആണ് അതിന് ഉത്തരം വരുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഇനിയിപ്പോൾ അടുത്ത ക്ലാസ്, അപ്പൊ ഈ ക്ലാസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ഇടുക. ക്ലാസ് നല്ലതാണെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം, കൊള്ളിയാണെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം. അത് മാത്രമല്ല, നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാം. പിന്നെ ഇപ്പം ചില ക്ലാസ്സുകളുടെ കമന്റിൽ BNSSന്റെ ക്ലാസ്സിനെ പറ്റിയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ BNSS നമ്മളത് എടുത്ത് തീർത്തിട്ടുണ്ട്. BNSന് നമുക്കൊരു ക്ലാസ് കൂടെ ബാക്കിയുണ്ട്. അത് 29-ാം തീയതി 30-ാം തീയതിയോട് കൂടി നിങ്ങൾക്ക് നമ്മളത് റിലീസ് ചെയ്യും. എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് റിലീസ് ചെയ്യും കേട്ടോ. നിങ്ങളുടെ എല്ലാ ക്ലാസ്സുകളും, നിങ്ങളുടെ എല്ലാ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ്സുകളും നിങ്ങൾക്ക് യൂട്യൂബിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരും. അപ്പോൾ നിങ്ങൾ പഠിക്കുക, ധൈര്യമായിട്ട് തന്നെ പഠിക്കുക. ഇന്നത്തെ പലരും ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ആദ്യത്തെ ക്ലാസ് കാണും, പിന്നെ എന്ത് ചെയ്യും,
പിന്നെ അത് വേണ്ട, അല്ലെങ്കിൽ രണ്ടാമത്തെ ക്ലാസ്സാണ് പിന്നെ വേണ്ട, അത് നമുക്ക് പറ്റിയ പണിയല്ല എന്നൊക്കെ തോന്നും. അതൊന്നുമല്ല, നിങ്ങളെ കൊണ്ട് പറ്റും, പറ്റാത്തതായിട്ടൊന്നുമില്ല. നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക, പഠിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അപ്പോൾ അതുവരെ കീപ് ലേണിംഗ്. ഓക്കെ, താങ്ക് യു.